പിന്നെ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്. നമസ്കാരം, ഫൈൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. സിനിമയിലെ പവർ ഗ്രൂപ്പിനെ അമ്മയ്ക്ക് അറിയില്ല, കാസ്റ്റിംഗ് കൗച്ച് അറിയില്ല, സർക്കാർ എന്ത് ചെയ്താലും അമ്മ ഒപ്പമുണ്ടാവും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അമ്മയ്ക്കെതിരല്ല, അമ്മ സ്വാഗതം ചെയ്യുന്നു. കുറ്റക്കാർക്കെതിരെ നടപടി വേണം. 5-ാം ദിവസം ടാക്ടിക്കലായ നിലപാടുമായി ജനറൽ സെക്രട്ടറി സിദ്ദിഖും കൂട്ടരും. കോടതി ശക്തമായ നിലപാടെടുത്തതോടെ അമ്മയ്ക്ക് പ്രതികരിക്കാതെ രക്ഷയില്ലെന്നായി. റിപ്പോർട്ട് കൈവശം വെച്ച് 4.5 വർഷം മിണ്ടാതിരുന്ന സർക്കാർ ഉടൻ തന്നെ ആരോപണ വിധേയരായവർക്കെതിരെ കേസെടുത്ത് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറയാൻ എന്തുകൊണ്ട് അമ്മയ്ക്ക് ആർജവമില്ല? ഒറ്റപ്പെട്ട സംഭവമെന്ന് പറഞ്ഞ സിദ്ദിഖിനെ എന്തായാലും ജഗദീഷ് തിരുത്തിയത് നല്ല കാര്യം. ഇരയ്ക്കൊപ്പം നിൽക്കുകയും വേട്ടക്കാർക്കൊപ്പം ഓടുകയും ചെയ്യുന്ന അതേ നിലപാട് ദിലീപിന്റെ കാര്യത്തിൽ എന്ന പോലെ അമ്മ ആവർത്തിക്കുമ്പോൾ ഹേമ റിപ്പോർട്ടിലെ 11 ഖണ്ഡികകൾ വെട്ടിയത് എന്തിനെന്ന ചോദ്യത്തിന് സർക്കാരിനും ഉത്തരമില്ല. എല്ലാം ഇനി കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞൊഴിയുന്ന മന്ത്രിമാർക്ക് വിവരാവകാശ കമ്മീഷണർക്കും ഹൈക്കോടതിക്കും മുകളിൽ പറന്ന പരുന്തിനെ അറിയാതിരിക്കുമോ എന്ന സംശയം ബലപ്പെടുമ്പോൾ ഫൈൻ ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ്. അമ്മയും സർക്കാരും അറിയാത്ത പവർ ഗ്രൂപ്പ് ആരൊക്കെയാണ്? ഫൈൻ ഡിബേറ്റിൽ സംവിധായകൻ വിനയൻ ടെലിഫോൺ ലൈനിൽ തത്സമയം പ്രതികരിക്കുകയാണ്. ഒപ്പം അമ്മയുടെ വൈസ് പ്രസിഡന്റ് നടൻ ശ്രീ ജയൻ ചേർത്തലയും ഉണ്ട്. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, CPM സഹയാത്രികൻ, കോൺഗ്രസ് നേതാവ് ശ്രീ വസന്ത് തെങ്ങുംപള്ളി എന്നിവരും ഉണ്ട്. നടിയും WCC അംഗവുമായ ദിവ്യ ഗോപിനാഥ് ടെലിഫോൺ ലൈനിലും പ്രതികരിക്കും. ആദ്യം ശ്രീ വിനയൻ, അമ്മയുടെ നിലപാട് വൈകിയാണെങ്കിലും എത്തിയിരിക്കുകയാണ്. അമ്മയ്ക്ക് എന്ത് നിലപാട് എന്ന് കഴിഞ്ഞ 5 ദിവസമായി ചോദിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇന്നത്തെ നിലപാടിനെ ടാക്ടിക്കലായ ഒന്ന് എന്ന് വിശേഷിപ്പിക്കാൻ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. താങ്കളുടെ നിലപാട് എങ്ങനെയാണ്? അല്ല, അങ്ങനെ നമ്മളതിനെ ഒരു നെഗറ്റീവ് ലൈനിൽ കൂടി കാണണ്ട. എനിവേ അമ്മ ഈ റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുകയും ഇതിന് അന്വേഷണം വേണമെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇന്നലെ തന്നെ എൻ്റെ സുഹൃത്തുകൂടിയായ ജയൻ ഇന്നലെ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇത് പിന്നെ ഒരു മറുപടി ഇതിനകം പറയാൻ തന്നെ ശരിയായില്ല എന്ന് പറയുകയുണ്ടായി. ജഗദീഷ് കുറച്ചുകൂടി അതിനെപ്പറ്റി കുറച്ചുകൂടി നല്ല രീതിയിൽ, അതായത് ഈ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈച്ച് ആൻഡ് എവരിതിങ് അത് അന്വേഷണ വിധേയമാക്കേണ്ടതാണെന്ന് പറഞ്ഞു. അപ്പം നമുക്കിനിയും ഇത് ഇപ്പൊ കോടതിയിലാണ്, നമുക്ക് കാണാം എന്ന് മാത്രമല്ല, ഞാൻ പറയുന്നത് എന്താണെങ്കിലും ഇത് ഇങ്ങനൊരു ഒരു ചർച്ച ഉണ്ടാക്കിയത് WCC എന്ന് പറയുന്ന സംഘടനയാണ്. അതിനവരെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റത്തില്ല, വേറെ ആരുമല്ല ഇതിന്റെ പുറകെ പോയത്. പക്ഷേ ഈ ഇഷ്യൂ യഥാർത്ഥത്തിൽ ഉണ്ടായത് നമ്മുടെ ഒരു പ്രൊഡക്ഷന്റെ യാത്രാമധ്യേ നമ്മുടെ മലയാളത്തിലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നടി, ആ കുട്ടിക്ക് ഉണ്ടായ ഒരു അതിക്രമവും അത് നമ്മൾ ലോകത്തെങ്ങും കേട്ടിട്ടില്ല എന്ന് നമ്മൾ വേണേ പറയാമോ. കൊട്ടേഷൻ കൊടുത്ത ഒരാക്രമണമായിരുന്നു വന്നതുമാണല്ലോ ഈ സിനിമാക്കാർക്ക് നേരെ ഇത്ര മലീമസമായിട്ടുള്ള ഒരു ആരോപണമൊക്കെ വരാൻ കാര്യം. അല്ലെങ്കിൽ ഇത്തരം കേസുകളൊക്കെ എല്ലാ മേഖലയിലും ഇത്തരം പീഡനങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിന് കേസെടുക്കും, കേസ് ജെനുവിനാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ നടിയെ ആക്രമിച്ചതിന് മുമ്പും പിമ്പും എന്നൊരു അവസ്ഥ മലയാളത്തിൽ വന്നുപോയി. കാരണം അതിനുശേഷം സിനിമയിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ള ഒരു ഞെട്ടലുളവാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ജനങ്ങൾക്കിടയിൽ. അവിടുന്നാണ് WCCയുടെ പിന്നെ കുറെ പെൺകുട്ടികളുടെ സ്ത്രീകളുടെ ഇടപെടലിലാണ് ഈ കമ്മിറ്റി ഉണ്ടായത്, അതിന്റെ റിപ്പോർട്ട് വന്നത്. എനിവേ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ തന്നെ ഇതിനകത്ത് സർക്കാരിനാണ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നതെന്നാണ് എന്റെ അഭിപ്രായം. ഈ സംഘടനകളൊക്കെ പ്രൈവറ്റ് സംഘടനകളാണ്. സർക്കാരാണ് ഇക്കാര്യത്തിൽ ഡിസിഷൻ എടുക്കേണ്ടത്. അത് ഇപ്പൊ തന്നെ സർക്കാർ പറയുന്നു ഇരകളുടെ കൂടാണ്. സത്യമാണ്, ഇങ്ങനൊരു കേസ് ഇങ്ങനൊരു കമ്മിറ്റിയെ വെച്ചു എന്നുള്ളത് ഒന്നും മോശമായ കാര്യമല്ല. മറ്റേ നടിയാക്രമിച്ച കേസിലും നല്ല നടപടി ഉണ്ടായി. പക്ഷെ തുടരുന്നതിൽ ഇപ്പൊ സർക്കാർ അറിയാതാണ് ഇത്രയും പേജുകൾ മാറ്റിയെന്നൊക്കെ ഇപ്പം ഇങ്ങനെ നിങ്ങളുടെ ന്യൂസിൽ കണ്ടു. അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള അന്വേഷിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശ്രീ വിനയൻ, ഇപ്പോൾ
ഈ കേസ് എടുക്കണോ ഇല്ലയോ എന്നുള്ളത് വലിയ ചർച്ചയായി തന്നെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ സിനിമയിലെ ഈ പവർ ഗ്രൂപ്പിന്റെ കാര്യമാണ്. ഇപ്പോൾ 4.5 വർഷം മുൻപ് പഠിച്ച ഒരു കാര്യത്തിലാണ് റിപ്പോർട്ട് നൽകിയത് ഹേമ കമ്മിറ്റി എന്നാണല്ലോ, അന്നാണല്ലോ റിപ്പോർട്ട് നൽകിയത്. 4.5 വർഷം മുൻപ് 2017 മുതൽ 19 വരെ പഠനം നടത്തി. അപ്പോൾ ആ പവർ ഗ്രൂപ്പിനെ ഈ അമ്മയ്ക്ക് അറിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കാർക്കും അറിയില്ല എന്ന് പറഞ്ഞൊഴിയുകയാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി ചെയ്യുന്നത്. അങ്ങനെയല്ലല്ലോ അതിന്റെ കാര്യം. താങ്കൾ നേരിട്ട് അനുഭവസ്ഥനാണ് ഇതിൽ. ഈ 2006, 7, 8 കാലഘട്ടത്തിലൊക്കെ ഇതിന്റെ ഒരു മൂർത്തിബൽ ഭാവമായിരുന്നുവല്ലോ ഉണ്ടായിരുന്നത് ഈ പവർ ഗ്രൂപ്പിന്റെയൊക്കെ. അപ്പോൾ അതേ കാര്യങ്ങൾ തന്നെ താങ്കൾ എന്താണോ ഈ കോമ്പറ്റീഷൻ കമ്മിറ്റി മുൻപാകെ പോയി നേടിയെടുത്തത് താങ്കൾക്ക് അനുകൂലമായി, അതേ കാര്യങ്ങൾ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒന്നിലേറെ മൊഴികൾ അതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോഴും കണ്ണടച്ചിരുട്ടാക്കുകയല്ലേ ഈ സിനിമാ സംഘടനകൾ ചെയ്യുന്നതും അതിന് സർക്കാർ കൂട്ടുനിൽക്കുകയും ചെയ്യുന്നത്? മനുഷ്യ ഈ മലയാള സിനിമയിൽ, ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമാണെന്ന് തോന്നുന്നു ഒരാള് ഇങ്ങനെ തനിക്കെതിരെ സിനിമയിൽ തൊഴിൽ വിലക്ക് നടക്കുന്നു എന്നും പറഞ്ഞ് ഞാൻ കോമ്പറ്റീഷൻ കമ്മീഷനിൽ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ കോമ്പറ്റീഷൻ കമ്മീഷനിൽ പോവുകയും 5 വർഷത്തോളം അതിന് കേസ് നടത്തുകയും കോമ്പറ്റീഷൻ കമ്മീഷനിൽ നിന്ന് ഇവര് അന്ന് എന്നെ വിലക്കാനായിട്ടെടുത്ത ഒരു തന്ത്രങ്ങളും മാക്ട ഫെഡറേഷൻ എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന, ഒരു ട്രേഡ് യൂണിയൻ, ആ ട്രേഡ് യൂണിയൻ ഉണ്ടാകുകയും അത് ആദ്യമായിട്ട് അന്ന് 150 രൂപ ശമ്പളം ഉണ്ടായിരുന്ന ഡ്രൈവർമാർക്ക് 300 രൂപയാക്കണമെന്നും പറഞ്ഞ് ഞങ്ങൾ സമരം ചെയ്യുകയും അതിൽ വിജയിക്കുകയും ഒക്കെ ചെയ്തോടി നോട്ടപ്പുള്ളിയായ ഒരാൾ ഒരു സംഘടനയൊക്കെ ആയിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ താരങ്ങളുടെ എഗ്രിമെന്റ് 2004 അതിനു മുമ്പ് തന്നെ താരങ്ങളുടെ ഒരു എഗ്രിമെന്റ് വേണ്ടെന്ന് അവര് പറയുകയും ഒരു എഗ്രിമെന്റ് വേണമെന്ന് ഉള്ളിടത്ത് പ്രൊഡ്യൂസേഴ്സും ചേംബറും പറയുകയും ഞാൻ അതിനോടൊപ്പം നിൽക്കുകയും താരസംഘടന സമരം കണക്കൊരു ഒരു ഇതില് അവര് നേരെ എല്ലാവരും വിദേശത്തേക്ക് പരിപാടി നടത്താൻ പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പൊ ഈ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞ പ്രകാരം പൃഥ്വിരാജ് ഉൾപ്പെടെ ഈ പറയുന്ന എഗ്രിമെന്റ് വേണമെന്ന് പറഞ്ഞ തിലകൻ ചേട്ടൻ ഉൾപ്പെടെ കുറച്ചു പേരെ വെച്ചുകൊണ്ട് ഞാൻ സത്യം എന്നൊരു പടം ചെയ്യുകയും അങ്ങനെ അവരുടെ ആ ഒരു സമരം എന്ന് തന്നെ പറയാം, ആ ഒരു സമരം പൊളിഞ്ഞു പോവുകയും അങ്ങനെ എഗ്രിമെന്റ്, ഇന്നിരുന്ന എഗ്രിമെന്റ് അങ്ങനെ ഉണ്ടായതാണ്. ഇന്നത്തെ പുതിയ തലമുറയിൽ എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല. അതിന്റെയൊക്കെ ഒരു ബാക്കിപത്രം എന്നുള്ള നിലയ്ക്കാണ് ദിലീപ് ഒരു ഇഷ്യൂ ഉണ്ടാക്കിയപ്പോൾ ഒരു നിർമ്മാതാവിൽ നിന്നും 40 ലക്ഷം രൂപ ഒരുമിച്ച് മേടിച്ചിട്ട് അതിൽ അഭിനയിക്കാവുന്ന എഗ്രിമെന്റ് ഇടുകയും അതിന്റെ ഡയറക്ടർ തുളസീദാസ് ആണെന്നും അതിന്റെ നിർമ്മാതാവ് ഉള്ളാട്ടിലാണെന്നും പറഞ്ഞൊരു ക്ലീൻ എഗ്രിമെന്റ് ഉണ്ട്. ഞാൻ മാക്ട ഫെഡറേഷൻ ജനറൽ സെക്രട്ടറിയാണ്. ആ എഗ്രിമെന്റും പ്രകാരം വന്നിട്ട് പിന്നെ ആ പടം ചെയ്യാൻ അദ്ദേഹം വിസമ്മതിക്കുകയും ഈ തുളസീദാസ് ഒരു കംപ്ലൈന്റുമായിട്ട് വരികയും അതിനകത്ത് ജെനുവിനിറ്റി ഉണ്ട് എന്ന് പറയുകയും ചെയ്തപ്പോഴാണ് എന്റെ കൂടെ 10ഓളം പടങ്ങൾ ചെയ്ത ദിലീപ് അങ്ങനെ എന്നെ നിയമം പഠിപ്പിക്കാമെന്ന വിനയൻ ഇവിടെ വേണ്ട എന്നുള്ള തീരുമാനം അന്ന് അദ്ദേഹത്തിൻ്റെയിലാണ് മലയാള സിനിമ. അങ്ങനെയാണ് ഈ മാക്ട ഫെഡറേഷൻ ഒറ്റ രാത്രി കൊണ്ട് തകരുന്നതും സൂപ്പർ താരങ്ങൾക്കൊക്കെ തോന്നി ആ ഒരു സംഘടന ഞങ്ങൾക്കെതിരാണ്. അവർ തന്നെ സ്പോൺസർ ചെയ്ത് ചരിത്രത്തിലുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഒക്കെ ഇവരുടെയൊക്കെ ഫണ്ടായിരുന്നു അതിന്റെ തുടക്കത്തിൽ കൊടുത്തിരുന്നത്. അപ്പൊ അങ്ങനെ അതൊരു സിനിമയിലെ രാഷ്ട്രീയമായിരുന്നു അത്. അപ്പൊ പക്ഷേ അത്തരം ഒരു നിലപാട് വന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലായിരുന്നു. നിങ്ങൾക്കറിയാം, ഞാൻ ഒരൊറ്റയ്ക്കൊരു ഭാഗത്തും മലയാള സിനിമയിലെ ഈ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ വരേണ്യ വർഗം എന്ന് പറയുന്ന ഒരു ഭാഗം മുഴുവൻ അപ്പുറത്തും. അപ്പൊ എന്റെ ഒരു വാക്ക് പോലും കേൾക്കാൻ ആരും തയ്യാറല്ല എന്ന് മാത്രമല്ല എന്റെ കൂടെ നിന്നു. അതിനു മുമ്പ് തന്നെ തിലകൻ ചേട്ടനെ ഇവർക്ക് നോട്ടപ്പുള്ളിയായിരുന്നു. തിലകൻ ചേട്ടനെ വിലക്കി അത്തരം ഇഷ്യൂവിൽ നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോഴാണ് ഞാൻ കോമ്പറ്റീഷൻ കമ്മീഷൻ എന്ന് പറയുന്ന എന്നോടൊരു അഡ്വക്കേറ്റ് ഹർഷദ് ഹമീദ് എന്ന് പറയുന്ന ആലുവക്കാരനായ ഒരു ചെറുപ്പക്കാരനാണ് എന്നെ വിളിച്ചു പറഞ്ഞത്, സാർ ഇത് നിങ്ങൾ പരാജയപ്പെടരുത്, ഇതിനൊരു വകുപ്പുണ്ട് ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ. അന്നാണ് ഞാൻ കേൾക്കുന്നത് തന്നെ അങ്ങനെ ഒരു സംഭവത്തെ പറ്റി. അവിടെ ഈ ഡോമിനേറ്റഡ് ആയിട്ടുള്ള പവർ വെച്ചിട്ട് ഒരാളെ തകർക്കുന്നതിനെതിരെയൊക്കെ കേസ് കൊടുക്കാൻ പറ്റുമെന്ന് പറയുന്നതും ഞാൻ അങ്ങനെ അതിനുവേണ്ടി മുന്നോട്ട് പോകുന്നതും ഒക്കെ അതൊരു ചരിത്ര സത്യമാണ്. അന്ന് ഈ പറയുന്ന അമ്മ സംഘടനയ്ക്ക് 4 lakh സംതിങ്, ഫെഫ്റ്റയ്ക്ക് ഏതാണ്ട് അവരുടെ ഇൻകം ടാക്സ് കൊടുക്കുന്നതിന്റെ പെർസെന്റേജ് വെച്ചിട്ട് അതിന്റെ ഫൈനും തോന്നുന്നു. ബി ഉണ്ണികൃഷ്ണൻ, സിബി മലയിലിന്, ഇടവേള ബാബുവിന്, ഇന്നസെന്റ് ചേട്ടനൊക്കെ വന്നതാണ്. പക്ഷെ അന്ന് ഇതൊന്നും ഒരു ന്യൂസായില്ല. ഇങ്ങനെ ചില സംഭവങ്ങൾ നടന്നു, അത് ജസ്റ്റ് പറഞ്ഞു പോയി അന്ന് പത്രങ്ങളിൽ, അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊരു സുപ്രീം കോടതിയിൽ എന്നിട്ട് അവർ വലിയ അഡ്വക്കേറ്റിനെ വെച്ചിട്ട് അവര് അതിനെതിരെ അപ്പീൽ കൊടുത്തു. ഈ ഹർഷദ് ഹമീദ് തന്നെയാണ് എനിക്ക് വേണ്ടിയിട്ട്, അദ്ദേഹം ഇന്ന് നമ്മുടെ കേരള സ്റ്റേറ്റിന്റെ സുപ്രീം കോടതിയിലെ കൗൺസിലാന്ന് തോന്നുന്നു, അദ്ദേഹം തന്നെയാണ് എനിക്ക് വേണ്ടി വാദിച്ചത്. അവിടെ സുപ്രീം കോടതിയിലും അത് തള്ളി. അപ്പോ ഒരു ഭയങ്കര നമ്മൾ ഈ മാഫിയ സംഘം എന്നൊക്കെ ഇങ്ങനെ ആലങ്കാരികമായിട്ട് പറയുന്നതാണ്. അതിന്റെ കാരണം എന്താണ്? ഒരു മാഫിയ പ്രവർത്തനം.
ഒരാളെ ഇല്ലാതാക്കാൻ വേണ്ടി എനിക്കെതിരെ എന്തൊരു പ്രചണ്ഡമായ പ്രകടനം ഇതായിരുന്നു നടന്നത്. ഇവര് അന്ന് ഈ ഓർക്കുഡ് എന്നും പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു നമ്മുടെ ആ ഓർക്കുഡിൽ ഈ ഫാൻസ് അസോസിയേഷൻകാർ ബി ഹേറ്റ് വിനയൻ എന്നും പറയും പേജുകൾ എത്രയുണ്ടായിരുന്നറിയോ? എനിക്കെതിരെ ഒരു പത്രസമ്മേളനം നടത്തിയാൽ 20,000 50,000 കൊടുക്കാൻ തയ്യാറായിട്ട് ഇവർ നടക്കുമായിരുന്നു അപ്പുറത്തുനിന്ന്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരാളെ ഇല്ലാതാക്കി എന്നുള്ളതിന്റെ പൂർണ്ണമായ തെളിവ് കോമ്പറ്റീഷൻ കമ്മീഷൻ കൊടുക്കാൻ പറ്റി. മധുസാറിനെ പോലുള്ളവർ വ്യക്തമായ മൊഴി കൊടുത്തു. അദ്ദേഹം അമ്മയുടെ ആദ്യത്തെ പ്രസിഡന്റാണ്. അദ്ദേഹമാണ് മൊഴി കൊടുത്തത്. എന്റെ അടുത്ത് ഇങ്ങനെ വിനയന്റെ പടത്തിൽ നിന്ന് അഡ്വാൻസ് മേടിച്ചു കഴിഞ്ഞപ്പം അതിൽ അഭിനയിക്കില്ലെന്നും പറഞ്ഞ് എന്റെ അടുത്ത് ഒരു പറ്റ ആൾക്കാർ വന്ന് പറഞ്ഞെന്നും അത് ഞാൻ അവസാനം വിനയനെ വിളിച്ചോ പറഞ്ഞു സാറ് ടെൻഷൻ അടിക്കേണ്ട തിരിച്ചു തന്നേക്ക്. ഞാൻ ചാരിഹാസനെയാണ് പിന്നെ ആ പടത്തിൽ അദ്ദേഹത്തിന്റെ റോൾ ഇട്ടത്. അപ്പൊ അത് നമ്മുടെ ഈ വൈറ്റിലയിൽ ഇൻകം ടാക്സ് ഓഫീസിന് മുകളിൽ ഈ കോമ്പറ്റീഷൻ കമ്മീഷന്റെ IPS ഓഫീസർമാർ അവിടെ ഒരു കോടതി ഉണ്ടാക്കി. ആ കോടതിയിലാണ് വിസ്തരിച്ചത്. ഈ മധുസാറൊക്കെ വന്ന് മൊഴി കൊടുത്തത്. പല താരങ്ങളും വന്ന് മൊഴി കൊടുത്തു. അവരോട് പറഞ്ഞിട്ടുണ്ട് വിനയന്റെ പടത്തിൽ അഭിനയിക്കില്ല. പല പ്രൊഡ്യൂസർമാരും മൊഴി കൊടുത്തു. ഞങ്ങൾ അഡ്വാൻസ് തിരിച്ചു മേടിച്ചു. പക്ഷെ അന്ന് നിങ്ങൾ ചാനലുകാരും വന്ന് ഷൂട്ട് ചെയ്യുകയോ എനിക്കൊന്നും അത്രയും ചാനലിന്റെ ഇത് പ്രസക്തി ഇല്ലായിരുന്നു തോന്നുന്നു. ഷൂട്ട് ചെയ്യുകയോ അതൊരു വലിയ ന്യൂസ് ഒന്നും ആവുകയോ ചെയ്തില്ല. ഞാൻ പറഞ്ഞു വന്നത് അപ്പം ഒരു എതിരെ വിരൽ ചൂണ്ടിയാൽ ആ കൈവിരൽ വെച്ചേക്കത്തില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒരു മനുഷ്യന്റെ സ്വഭാവത്തിലും മനസ്സിലും വന്നുകൂടിയാൽ ഇതിന്റെ അപ്പുറത്തേക്കും ഉണ്ടാകും. അതുകൊണ്ട് എന്റെ ഇപ്പോഴത്തെ നമ്മളെല്ലാം പോസിറ്റീവായിട്ട് കാണണമല്ലോ. ഈ ഒരു ചർച്ചയിലൂടെ ഈ ഒരു ഇപ്പോഴത്തെ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടിലൂടെയൊക്കെ വന്നിട്ട് ഇതൊരു ഇനിയുള്ള കാലത്തെങ്കിലും പോസിറ്റീവായിട്ട് ഈ WCC എന്ന് പറയുന്ന ആ ഒരു സംഘടനയിലൂടെ സ്ത്രീകൾക്ക് കൂടുതൽ അവരുടെ അവകാശങ്ങൾക്കും അവർക്കൊരു വോയിസും ഉണ്ടായിക്കൊണ്ട് മുന്നോട്ട് പോട്ടെ. അതിന് അമ്മയും ഫെഫ്കയും ഒക്കെ സഹായിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ശ്രീ വിനയൻ, ഇക്കാര്യത്തിൽ ഈ മൊഴി കൊടുത്ത ആളുകൾക്ക് നീതി കിട്ടണമല്ലോ. അതൊരു പരാതിയായിട്ട് അവർക്ക് കൊടുക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും, സ്വാഭാവികമാണല്ലോ ആ കാര്യം. പക്ഷേ പരാതി വേണം എന്ന് നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും സർക്കാർ. അതിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ അമ്മ ഇന്ന് നിലപാട് വ്യക്തമാക്കിയപ്പോഴും പരാതിയില്ലാതെ തന്നെ ഇവർക്ക് നീതി കിട്ടണം എന്ന കാര്യം അമ്മയുടെ ജനറൽ സെക്രട്ടറി പറയുന്നില്ല. സർക്കാർ എന്ത് ചെയ്യുന്നുവോ അതിനോടൊപ്പം ഞങ്ങളുണ്ട് എന്ന രീതിയിലുള്ള പ്രതികരണമാണ് വന്നിരിക്കുന്നത്. ജഗദീഷാണ് അതിൽ വ്യത്യസ്തമായ രീതിയിൽ പ്രതികരിച്ചത്. അപ്പോൾ അമ്മയിൽ ഇത് ഇന്ന് വന്ന് ഇക്കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും അത് സ്വന്തം മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി എവിടെ പോയി നിങ്ങൾ, എന്താണ് നിങ്ങളുടെ നിലപാട് എന്ന് ചോദിച്ചുകൊണ്ടേ ഇരുന്നത് കൊണ്ട് ഒരു നിലപാട് പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. അതിനപ്പുറം നമുക്ക് എന്തെങ്കിലും ചിന്തിക്കണോ താങ്കൾ ഇത്രമാത്രം പോസിറ്റീവായിട്ട് പറയുമ്പോഴും? അല്ല, ഞാൻ പറഞ്ഞത് അത് സർക്കാരിന് പലതും ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. അത് സർക്കാർ തീരുമാനിക്കണം. സർക്കാരിന്റെ മുന്നിൽ വലിയ ആൾക്കാരെന്നോ ഇപ്പം ലോകത്തെ എത്രാമത്തെ ശക്തിയായിട്ട് അദാനി മാറി എന്നൊക്കെ പറഞ്ഞാൽ അദാനി എത്ര രൂപ നമുക്ക് നികുതി തരുന്നവനാണെങ്കിലും അല്ലെ അദാനി നമ്മുടെ സാമ്പത്തിക ഉന്നമനത്തിന് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണേലും അദാനിയുടെ നിന്ന് തെറ്റു വന്നാൽ ഇവിടെ നിയമ നടപടി ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഇപ്പോ ഇവരൊക്കെ എത്ര വലിയ ആൾക്കാരാണെങ്കിലും എത്ര വലിയ സാമ്പത്തിക മൂലധനം ഉള്ളവരാണേലും ഇവരെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ നേരെ നിർത്തിക്കൊണ്ടൊരു അച്ചടക്കം ഉണ്ടാക്കാനായിട്ട് സാധിക്കണം. ഞാനിത് പറയാൻ കാര്യം ഇത് ഇന്നും ഇന്നലെ അല്ല. ഞാൻ ഏതാണ്ട് 2008 2009 ഒക്കെ ആയിട്ട് അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പരാതിയുമായിട്ട് പോകുന്ന സമയത്ത് അന്ന് ബഹുമാനനായ MA ബേബി ആയിരുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി. അദ്ദേഹത്തെ കണ്ടിരുന്നു തിലകഞ്ചേരന്റെ ഇഷ്യൂലൊക്കെ. ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ഇതിന് ഒരു രജിസ്ട്രേഷനും സെൻസറിങ്ങിനും ഒക്കെ ആയിട്ട് നമ്മൾ ഒരു സർക്കാർ ഒരു നിലപാടെടുക്കണം. സർക്കാരിനൊരു ഒരു ഫ്രെയിം ഉണ്ടായിരിക്കണം. അന്ന് ഈ പ്രൈവറ്റ് സംഘടനകളുടെ എന്റെ പടം ഈ വിലക്കിനെ നിഷേധിച്ചുകൊണ്ട് ഞാൻ സിനിമ ചെയ്തു യക്ഷിയും ഞാനും പറഞ്ഞു സിനിമ തീർന്നപ്പം അത് സെൻസർ ചെയ്യലെന്നും പറഞ്ഞ് ഇഷ്യൂ ഉണ്ട്. അന്നത്തെ കാലത്ത് ഈ പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു ലെറ്റർ വേണം, ഫിലിം ചേംബറിന്റെ ലെറ്റർ വേണം സെൻസർ ചെയ്യണമെങ്കിൽ. ഞാൻ അതിനെതിരെ ഹൈക്കോടതിയിൽ പോയി. ഇത് പാടില്ല, ഇത് പ്രൈവറ്റ് ഫേംസ് ആണ്, സംഘടനയാണ്, ഇതിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് എന്നോട് ഇഷ്ടക്കേടുണ്ടെങ്കിൽ അവർക്ക് തരാതിരിക്കാം. അങ്ങനെ ഹൈക്കോടതിയിൽ നിന്ന് ഞാൻ മേടിച്ചൊരു വിധിയുണ്ട്. ആ വിധി പകർപ്പ് വെച്ചിട്ട് ഇന്നും പല ചെറുപ്പക്കാരും എന്ത് ചെയ്യുന്നത് അത് മേടിച്ചുകൊണ്ട് പോയി സെൻസർ ചെയ്യാറുണ്ട്. അത് പ്രകാരം ഒരു സംഘടനയുടെയും കത്ത് വേണ്ട. ഞാൻ പറഞ്ഞു വന്നത് സർക്കാരിനൊരു ഇടപെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. രജിസ്ട്രേഷൻ ഇന്ന പടം ഏത് പടം തുടങ്ങണമെങ്കിലും അവിടെ അക്കാഡമിയിലോ KSFDCയിലോ അവിടെ രജിസ്റ്റർ ചെയ്യണം. അതിന്റെ രേഖകൾ ഉണ്ടാകണം. അതിന് ഇന്നതായിരിക്കും ഡയറക്ടർ, ഇന്ന പ്രൊഡ്യൂസർ, ഇന്നൊരു താരങ്ങള്. ഇങ്ങനെ ഒരു രേഖ ഉണ്ടാക്കുന്നതിന് എന്താ പാട്? ഒരു വർഷം 250-300 പടവല്ലേ ഇവിടെ ഉണ്ടാകുന്നുള്ളൂ, പരമാവധി വന്നാൽ പോലും. ഇവിടെ അതൊരു അതിനൊരു ഓഫീസ് ഉണ്ടാക്കുകയും അതിന് ആ രേഖകളും അപ്പൊ അവിടെ ഒരു അച്ചടക്ക ലംഘനം ഉണ്ടായാൽ, അവിടെ ഒരു ആരോപണം ഉണ്ടായാൽ
അത് സർക്കാരിന് ഇടപെടാൻ പറ്റും. അങ്ങനെ സർക്കാർ ഇക്കാര്യത്തിൽ വളരെ നിശ്ചിതമായിട്ടുള്ള ഒരു വിമർശന ബുദ്ധി ഇത്രയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, അങ്ങനെ ഒരു നീക്കം എടുക്കണം. ഇപ്പൊ കോടതിയിലാണ്. കോടതി തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു നടപടിയിലോട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടി ശ്രീ വിനയൻ, ഇപ്പോൾ കുറച്ചേറെ നടിമാർ ഇങ്ങനെ ഒരു പരസ്യമായ നിലപാടുമായിട്ട് വരുന്നുണ്ട്. ഇന്നും ഇന്നലെയുമായിട്ട് ഇത്തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങൾ വരുന്നുണ്ട് തങ്ങൾക്ക് നേരിട്ട മോശം അനുഭവങ്ങളെ കുറിച്ച്. അപ്പോൾ ഇതൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ വന്നിട്ടും സർക്കാർ പഠിച്ചു നിൽക്കുകയാണല്ലോ. കമ്മിറ്റിക്ക് മുൻപാകെ പരാതി വന്നിട്ട് പോലും 4.5 വർഷം അത് പൂഴ്ത്തിവെച്ചു. അത് കഴിഞ്ഞ് ഇനി പരാതി എഴുതി നൽകാൻ പറയുന്നു. അതുപോലെ തന്നെ ഇന്ന് അമ്മയുടെ ജനറൽ സെക്രട്ടറിയോട് ചോദിച്ചു, ഇപ്പോൾ അമ്മയ്ക്ക് മുന്നിൽ പരാതിയുമായി വരാൻ ഇവർക്ക് ധൈര്യമില്ലായിരുന്നു, അതുകൊണ്ടല്ലേ കമ്മിറ്റിക്ക് മുമ്പിൽ പരാതിയുമായി പോയതെന്ന്. മറുപടി ഇല്ലല്ലോ ഇക്കാര്യത്തിൽ. ഞങ്ങളുടെ കുട്ടികളാണ് ഇവരെല്ലാം എന്ന് പറയുന്ന എന്നല്ലാതെ അവരെ സംരക്ഷിക്കുന്നില്ലല്ലോ. പിന്നെ ഒരു കാര്യം കൂടി, ഇപ്പോൾ താങ്കൾ ദിലീപിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്, ഈ റിപ്പോർട്ട് വന്ന സമയത്ത് ഈ തെളിവെടുപ്പ് നടന്ന സമയവും എന്ന് പറയുന്നത് 2017-19 ആണെങ്കിലും അതിന് മുൻപുള്ള ഒരു 10 വർഷത്തെയെങ്കിലും കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടല്ലോ, തിലകന്റെ വിലക്കുൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ സമയത്തെ പവർ ഗ്രൂപ്പിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ലേ? ഇപ്പോൾ ഈ ദിലീപ് എന്ന ഒരു വലിയ പേര് അതിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ. പക്ഷേ ഈ റിപ്പോർട്ട് വന്ന സമയത്ത് ഈ 2006 മുതലെങ്കിലുമുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് അതിൽ ദിലീപും ഉൾപ്പെട്ടിട്ടുണ്ടാവണം ഈ പവർ ഗ്രൂപ്പിൽ. അതെ അതെ, ഈ പവർ ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയുന്ന അതാത് കാലങ്ങളിൽ ഇൻഫ്ലുവൻസ് ഉള്ള താരമേധാവിത്വത്തിന്റെയും ഒക്കെ പേരിലായിരിക്കും പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, മധുസാർ എനിക്ക് ഡേറ്റ് തന്നപ്പം വിനയൻ ഞങ്ങളെയൊക്കെ എതിർക്കുന്ന ഒരാളാണ്, വിനയന്റെ ചിത്രത്തിൽ അഭിനയിക്കില്ലെന്നും പറഞ്ഞ് അവിടെ വന്നതിന് ആൾക്കാർ ഇന്ന ഒരാന്ന് മധുസാർ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പ്രൊഡ്യൂസേഴ്സിന്റെ മറ്റേ ടെക്നീഷ്യന്മാരുടെ സംഘടനയുടെ നേതാവുണ്ട്, ഒക്കെയുണ്ട്. ഞാൻ പറഞ്ഞത് അല്ലാതെ ഈ പവർ ഗ്രൂപ്പ് എന്നും പറഞ്ഞൊരു ഒരു പവർ ഗ്രൂപ്പിന് ഒരു സിനിമ ഇങ്ങനെ ഇന്ന സിനിമയിൽ ഇന്ന അഭിനയിക്കണമെന്നൊന്നും പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇന്ന ആളെ വേണേ ഒതുക്കാൻ പറ്റും. ഇന്ന ആളെ 10 പേര് അയാളെ സിനിമയിൽ ഇട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ അടുത്ത് വരുമ്പോൾ ഇപ്പൊ ഞാൻ കൊണ്ടുവന്ന സിനിമയിൽ കൊണ്ടുവന്ന ചെറുപ്പക്കാരുടെ അടുത്ത് പോലും ചെല്ലുമ്പം, സാർ അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് സാർ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് സാർ, അല്ലെ എനിക്ക് ഡേറ്റ് ഇല്ല സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ ഒരാളെ കൊണ്ട് സിനിമ ചെയ്യിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം മെനയാൻ പറ്റും. ഈ തിലകൻ ചേട്ടന്റെ വിലക്ക് എന്ന് പറയുന്നത് അത് എനിക്ക് തോന്നുന്നത് ഭയങ്കര സങ്കടകരമായ ഒന്ന് തന്നെയാണ്. അദ്ദേഹം ഇതൊന്നുമില്ല, അദ്ദേഹത്തിന്റെ ശുണ്ടിത്തരം കൊണ്ട് അദ്ദേഹം ചില വാക്കുകൾ പറഞ്ഞു, നിങ്ങൾ മാഫിയ ഗ്രൂപ്പാണ്, അതിന്റെ പേരിലൊന്നും അദ്ദേഹത്തെ വിലക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. അതുകൊണ്ട് എത്രയോ നല്ല സിനിമകളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അങ്ങനെ അവിടുന്ന് സീരിയലിൽ അഭിനയിക്കാൻ പോയി, അദ്ദേഹത്തിന് അവിടെ അഭിനയിക്കാൻ പറ്റിയില്ല. ഞാൻ അന്ന് ഈ പറഞ്ഞ ഞാൻ ബഹുമാനായ നമ്മുടെ സാംസ്കാരിക വകുപ്പ് എടുത്ത് ചെന്നതാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും ഞാൻ ഇടപെടാം, സമയമായിട്ടില്ല വിനയ, ഒന്ന് ക്ഷമിക്കേ, ഞാൻ ഇടപെടുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നേരത്തേക്ക് അദ്ദേഹം മരിച്ചു എന്നുള്ളതാണ് സത്യം. മറ്റൊരു കാര്യം, ഇതേ കാര്യം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും വന്നിട്ടുണ്ട്. അവിടെ ആത്മയുടെ പ്രസിഡന്റ് എന്നുള്ള ഒരു പേരും വന്നിട്ടുണ്ട്. ആത്മയുടെ പ്രസിഡന്റ് KB ഗണേഷ് കുമാറാണ്. അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമാണ്. അപ്പോൾ ഇതെല്ലാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തുന്നതിനും പരാതിയില്ലാതെ കേസെടുക്കാൻ പറ്റില്ല എന്ന് വാദിക്കുന്നതിലുമൊക്കെ ഈ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ ശ്രീ വിനയൻ. തീർച്ചയായിട്ടും ഞാനത് കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിൽ പറയുകയുണ്ടായി. എന്റെ സുഹൃത്താണ് ഗണേഷ് കുമാർ, അദ്ദേഹം എന്റെ 2-3 പടത്തിൽ അഭിനയിച്ചിട്ടുള്ളതാണ്. പക്ഷെ ആത്മയ്ക്ക് ഒരു പ്രസിഡന്റേ ഉണ്ടായിട്ടുള്ളൂ, അത് ഗണേഷ് കുമാറാണ്. അപ്പൊ എനിക്കത് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം കൂടാണ്. ഞാനിപ്പം പറയാത്ത ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനൊരു സത്യസന്ധമായിട്ട് കാര്യം ഞാൻ പറയാം. അതിനകത്ത് അദ്ദേഹത്തിന് തെറ്റ് പറ്റിയിട്ടുണ്ട് ഗണേഷ് കുമാറിന്. കാരണം തിലകൻ ചേട്ടൻ ഒരു സിനിമയെന്നൊക്കെ വിലക്കായി അദ്ദേഹം അപ്പൊ ഒരു ദിവസം എന്നോട് വിളിച്ചു പറഞ്ഞു, വിനയ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു ഉണ്ട്, ഞാൻ ചേർത്തലയായി, ഞാനൊരു പ്രൊഡ്യൂസറോട് ഒരു സീരിയൽ ചെയ്യാൻ പോണി, ഞാനൊരു പ്രൊഡ്യൂസറോട് വീട്ടിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്, വിനയന്റെ ബുദ്ധിമുട്ടാവോ? ഞാൻ അങ്ങനെയൊക്കെയാണല്ലോ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇല്ല ഏട്ടാ, വിനയനോട് ഉണ്ടാവോ? ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം ഇവിടെ എറണാകുളത്ത് വെളിയിലാണ്, ഞാൻ ഇല്ലേലും പ്രശ്നമില്ല, വൈഫിനെ വിളിച്ച് പറയാൻ, ചേട്ടൻ അവിടെ ഇരുന്നിട്ട് പ്രൊഡ്യൂസർ ഇരുന്ന് സംസാരിച്ചോളൂ. ഇല്ല അല്ല വിനയം വരണം. ഞാൻ വന്നു, അദ്ദേഹം വീട്ടിൽ വന്നു. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഇയാള് ഭയങ്കരമായിട്ട് തിലകഞ്ചേട്ടൻ്റെ അടുത്ത് കരഞ്ഞു. തിലകഞ്ചേട്ടൻ എന്താ ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞില്ല സാർ, എനിക്ക് സാറിനോട് സാറിനെ വെച്ച് അന്ന് തിലകഞ്ചേട്ടൻ ഒരു സീരിയൽ വരിക എന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര റേറ്റിംഗ് കിട്ടുന്നതാണ്. തിലകഞ്ചേട്ടൻ നല്ല എമൗണ്ട് വേണ്ട ഒരു എപ്പിസോഡിന് കൊടുക്കാന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഞാനിക്ക് ചെയ്യാൻ പറ്റത്തില്ല സാർ, ഇങ്ങനെ അവിടെ ഒരു സംഘടന ഉണ്ട് ആത്മ. ഞാൻ എന്റെ കൺമുമ്പിൽ വെച്ച് ഞാൻ കേട്ട കാര്യമാണ്. ഞാനത് തിലകഞ്ചേട്ടൻ ഭയങ്കര അദ്ദേഹം അങ്ങനെ കരയാറൊന്നുമില്ല, അദ്ദേഹത്തിന് കണ്ണ് കലക്കുന്ന ഞാൻ കണ്ടതാണ്. ഓടാ ഇറങ്ങി അവൻ്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞ ആ പയ്യൻ പോയി.
അപ്പൊ അതായെന്ന് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സീരിയൽ അഭിനയിക്കാൻ പോകുമ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗണേഷിന് അങ്ങനെ ചെറിയ കുഴപ്പങ്ങളുണ്ട്, എനിക്കറിയാം. കാരണം ഈ സരോവരത്തിൽ വെച്ച് 2008 മൈക്രോ ഫെഡറേഷനെ തകർത്തുകൊണ്ട് ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സും സൂപ്പർ സ്റ്റാറുകളും ഒക്കെ സ്പോൺസർ ചെയ്യുന്ന ഒരു പുതിയ സംഘടന ഉണ്ടായല്ലോ. ആ സംഘടന ഉണ്ടാക്കുന്നിടത്ത് പ്രസംഗിച്ച സൂപ്പർ താരങ്ങളുടെ കൂട്ടത്തിൽ ഗണേഷ് വളരെ ആവേശപൂർവ്വം പ്രസംഗിച്ചിരുന്നു. വിനയൻ എന്ന് പറയുന്ന ആളെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പുതിയ സംഘടന വരികയാണെങ്കിൽ മലയാള സിനിമ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് അദ്ദേഹവും ചിന്തിക്കേണ്ടതാണ്. അല്ല, ഞാൻ അദ്ദേഹത്തോടുള്ള ദേഷ്യവും കൊണ്ടൊന്നുമല്ല. എനിക്ക് എന്ത് ദേഷ്യമാണ്? മിടുക്കനായ ഒരു മിനിസ്റ്ററാണ് അദ്ദേഹം. പല കാര്യങ്ങൾക്കും സ്വതന്ത്രമായിട്ട് ചിന്തയൊക്കെ ഉള്ള ആളാണ്. എനിക്ക് റെസ്പെക്ട് ഉള്ള എന്റെ ഒരു സുഹൃത്താണ്. പക്ഷേ ഈ ഒരു തിലകൻ ചേട്ടന്റെ ഇഷ്യൂവിൽ തെറ്റ് പറ്റിയിട്ടുണ്ട്, സത്യമാണ്. അതുകൊണ്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ശരി, നന്ദി ശ്രീ വിനയൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇന്ന് ഈ പുറത്തു വന്ന ഈ വിവരമുണ്ടല്ലോ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിവരാവകാശ കമ്മീഷണറും കോടതിയും പുറത്തു വിടാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനായിട്ട് സർക്കാർ പുറത്തു വിട്ടില്ല എന്ന്, അതുമാത്രമല്ല ഇത്രയും ഖണ്ഡികകൾ നൽകാൻ പറ്റില്ല എന്ന് സാംസ്കാരിക വകുപ്പിൽ നിന്നുള്ള അറിയിപ്പും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ മറച്ചു വെച്ചത് എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല കേട്ടോ. 12 മണിക്കൂറോളം സമയമായി ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്നിട്ട്, എന്നിട്ടും ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. സർക്കാർ ഒന്നും പറയുന്നില്ല എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന്. ഇത് ആരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കളികൾ നടത്തുന്നത്? മഞ്ജുഷ, ഇതിൽ കാണേണ്ടത് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഒരു വിവേചന അധികാരമുള്ള ഓഫീസറാണ്. സ്വാഭാവികമായും സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ വിവേചനാധികാരത്തെ ചോദ്യം ചെയ്യുന്നതിനാണ് വിവരാവകാശ നിയമപ്രകാരം വിവരാവകാശ കമ്മീഷൻ ഉള്ളത്. വിവരാവകാശ കമ്മീഷൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെടുകയും അതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സ്റ്റേ വരികയും തുടർന്ന് വീണ്ടും ആ സ്റ്റേ അഴിഞ്ഞുകൊണ്ട് കേസ് തീരുകയും വീണ്ടും നൽകാമെന്ന ഉത്തരവ് വരികയും ചെയ്യുന്ന ഘട്ടത്തിലാണ് വ്യക്തിപരമായ വിവരങ്ങൾ ഉണ്ട് എങ്കിൽ അത് സെക്ഷൻ 8 ഹിറ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ട് വിവരാവകാശ നിയമപ്രകാരം നൽകണ്ട എന്ന തീരുമാനം വിവേചനാധികാരത്തിൽ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എടുത്തിട്ടുള്ളത്. അത് കൊണ്ടാണ് ഒരുപക്ഷെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു ഇത് വിവരാവകാശ കമ്മീഷൻ നൽകിയിട്ടുള്ള ഉത്തരവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. അപ്പോൾ വീണ്ടും നിയമപരമായി സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമേൽ വിവേചനാധികാരം ഉപയോഗിക്കുന്നതിനുള്ള സ്വതന്ത്ര ചിന്താഗതി അല്ലെങ്കിൽ മൈൻഡ് അപ്ലൈ ചെയ്യുന്നതിനുള്ള അവസരം ലഭിക്കുകയും ആ അവസരം അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളതിനപ്പുറം ഇതിൽ ആരെയും രക്ഷിക്കുവാനോ സംരക്ഷിക്കുവാനോ ഇല്ല. കാരണം ഇപ്പോ അല്ല, ഞാൻ അതിനകത്തൊരു തിരുത്തുണ്ട് ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ. വിവരാവകാശ കമ്മീഷണർ പറഞ്ഞിരുന്നത് 81 മുതൽ 100 വരെയുള്ള പേജുകൾ നൽകേണ്ട എന്നാണ്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 165 മുതൽ 196 വരെയുള്ള പാരഗ്രാഫുകൾ. ശരി, അത് വേണ്ട, കാരണം അത് വ്യക്തിപരമായ വിവരങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്, അതുകൊണ്ട് അത് വേണ്ട. ശരി, പിന്നെ പറഞ്ഞിരുന്നു വിവരാവകാശ കമ്മീഷണറും ഹൈക്കോടതിയും പറഞ്ഞതാണ് പിന്നെയും ഈ സ്വകാര്യ വിവരങ്ങൾ ഉള്ള മറ്റേതെങ്കിലും ഭാഗമുണ്ടെങ്കിൽ പരിശോധിച്ച് അത് ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചാൽ മതിയെന്ന്. അങ്ങനെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിനൊപ്പം ഉണ്ടായിരുന്ന SPIOയുടെ കുറിപ്പും ഉണ്ടായിരുന്നുവല്ലോ ഏതൊക്കെ ഭാഗങ്ങളാണ് ഒഴിവാക്കിയിരുന്നത് എന്ന്. എനിക്ക് തോന്നുന്നത് ഒരു 14 ഭാഗങ്ങൾ ഒഴിവാക്കിയതായുള്ള കുറിപ്പാണ്. അതിൽ ഈ പറയുന്ന 81 മുതൽ 100 വരെ പേജുകൾ ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിരുന്നു. അത് വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരമാണെന്ന്. ബാക്കി ഭാഗങ്ങൾ ഇപ്പോൾ എനിക്ക് 8ാമത്തെ പേജ് മുതലുള്ള കാര്യങ്ങളുണ്ട്. ഇങ്ങനെ 1, 2, 3, 4 എന്ന് അടുക്കി തന്നെ അതിനകത്ത് പറയുന്നുണ്ട് എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന്. അത് വിവരാവകാശ കമ്മീഷണർ ഉത്തരവ് പ്രകാരമല്ല, മറ്റ് രഹസ്യ സ്വഭാവങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അതിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 59 മുതൽ 79 വരെയുള്ള പേജുകൾ അത് ഉൾപ്പെടുത്തിയിട്ടില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്തു വന്ന റിപ്പോർട്ടിൽ. അത് വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരമല്ല. പക്ഷേ അത് ഈ താങ്കൾ പറയുന്ന പോലുള്ള ഡിസ്ക്രിപ്ഷനാണ്, സർക്കാരിന്റെ വിവേചന അധികാരം തന്നെയാണ്. അതിൽ അങ്ങനെ വരുമ്പോൾ 118 മുതൽ 162 വരെയുള്ള പേജുകൾ ഈ റിപ്പോർട്ടിലില്ല. ഞാനും അത് പരിശോധിച്ചതാണ്. ആ പേജുകൾ ആ റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതും കുഴപ്പമില്ല. പക്ഷേ ഈ 97 മുതൽ 107 വരെയുള്ള പാരഗ്രാഫുകൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് ഒരിടത്തും പറയുന്നില്ല. ഈ പറയുന്ന SPIOയുടെ ആ കുറിപ്പിലും പറയുന്നില്ല. അപേക്ഷകർക്ക് നൽകിയതാണല്ലോ ആ കുറിപ്പ്, ഇത്രയും ഭാഗങ്ങൾ ഒഴിവാക്കിയെന്ന്. അവിടെയും പറയുന്നില്ല ഈ 97 മുതൽ 107 വരെയുള്ള ഭാഗങ്ങൾ ഇല്ല എന്ന്. അതായത് 49 മുതൽ 53 വരെയുള്ള പേജുകൾ ഇല്ല എന്ന് റിപ്പോർട്ട് വാങ്ങി വായിച്ചു നോക്കിയപ്പോഴാണ് ഇപ്പോൾ ഇത്രയും ദിവസം കഴിഞ്ഞാണ് അത് ബോധ്യമായത് ഇല്ല എന്ന്. അത് ക്രോസ് ചെക്ക് ചെയ്തിരുന്നില്ല. ഇല്ല, 49 മുതൽ 53 വരെയുള്ള പേജുകളില്ല. ആ ഭാഗങ്ങളാകട്ടെ ഈ കാസ്റ്റിംഗ് കൗച്ച്, കോംപ്രമൈസ്, അതുപോലെയുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ, ഈ 3 ഹെഡിങ്ങിലുള്ള ഭാഗങ്ങളെ തുടർന്നു വരുന്നവയായിരുന്നു. അതിനുശേഷം വരുന്നതും അതേ ഭാഗങ്ങൾ തന്നെയാണ്. ഇതിന്റെ ഒരു ആവർത്തനം എന്ന രീതിയിൽ എന്ത് മറുപടിയാണ് നൽകുവാനുള്ളത്? സർക്കാർ ഒന്നും പറഞ്ഞിട്ടില്ല.
മഞ്ജുഷ, ഇതില് പുട്ടുസ്വാമി കേസിൽ സുപ്രീം കോടതി വളരെ കൃത്യമായി ഒരു വ്യക്തിയുടെ സ്വകാര്യതയെ സംബന്ധിച്ച് നിർവചിക്കുകയും അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറയുകയും ചെയ്തു. സ്വാഭാവികമായി സ്വകാര്യത എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെയും മൗലിക അവകാശം എന്ന നിലയിൽ ആ സ്വകാര്യത സംരക്ഷിക്കേണ്ട ബാധ്യത സംസ്ഥാനത്തെ ഒരു സർക്കാരിനുണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കുണ്ട്. അപ്പോ സ്വാഭാവികമായും അദ്ദേഹം നൽകിയിട്ടുള്ളത് ആ വിവേചനാധികാരം ഉപയോഗിച്ചാണ്. ആ വിവേചനാധികാരത്തിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ട് എങ്കിൽ അത് സ്വാഭാവികമായും സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ സമീപിക്കാവുന്നതും അതിന്മേലൊരു തീർപ്പുണ്ടാകുന്ന പക്ഷം അതിൽ ആ വിവരങ്ങൾ പുറത്തുവിടുന്നതിന് യാതൊരു തരത്തിലും സംസ്ഥാന സർക്കാരിന് മടിയുണ്ടാവാനിടയില്ല. കാരണം സംസ്ഥാന സർക്കാർ ഇവിടെ ആരെയാണ് സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത്? സിനിമാ മേഖലയുമായി ഇനി അങ്ങോട്ട് വിവരാവകാശ കമ്മീഷണറുടെ അടുത്തേക്ക് പോകേണ്ടി വരും ഈ അപേക്ഷകർക്ക്, താങ്കൾ പറഞ്ഞതുപോലെ. പക്ഷെ അതിന്റെ ആവശ്യമില്ലായിരുന്നുവല്ലോ. വിവരാവകാശ കമ്മീഷണർ തന്നെ ഉത്തരവിട്ടതാണ്. അത് പാലിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ്. ശ്രീ വസന്ത് നെഗുംപള്ളി, ആരെ സംരക്ഷിക്കാനാണ് സർക്കാർ ഇങ്ങനെ ചെയ്തത് എന്ന മറുപടി, അങ്ങനെ സർക്കാരിന് സംരക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന് ഹസ്കർ പറയുന്നുണ്ട്. പക്ഷേ അത്ര നിഷ്കളങ്കമാണോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ ഉണ്ടായിട്ടുള്ള ഈ മനഃപൂർവ്വമാണോ മനഃപൂർവ്വമല്ലയോ എന്നൊന്നും നമുക്കിപ്പോൾ ചികയേണ്ട ആവശ്യമില്ലല്ലോ. മനഃപൂർവ്വമല്ലാതെ പിന്നെ എന്താണ്? അല്ല ശ്രീ മഞ്ജുഷ്, നോക്കൂ, ഇപ്പോ റൈറ്റ് ടു പ്രൈവസിയുടെ ചില ഏടാകൂടങ്ങളിൽ പിടിച്ചു തൂങ്ങി രക്ഷപ്പെടാനാണ് ഹസ്കർ ശ്രമിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശത്തെ ആ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നടിമാർ, താഴെത്തട്ടിലുള്ള നടന്മാരുടെ അടക്കം ജീവിക്കാനുള്ള അവകാശത്തെ, അവരുടെ മാനം സംരക്ഷിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ റൈറ്റ് ടു പ്രൈവസി ആണോ റൈറ്റ് ടു ലൈഫ് ആണോ പ്രിവൈൽ ചെയ്യുക എന്ന് വെച്ചാൽ ഏത് കോടതിയും പച്ചവെള്ളം കുടിച്ച് ചവച്ചരച്ചോണ്ട് പറയും റൈറ്റ് ടു ലൈഫ് തന്നെയാണ് പ്രധാനപ്പെട്ടത്. രണ്ട്, സർക്കാർ എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത്? ഒരു കൊഗ്നിസബിൾ ഒഫൻസ് ഉണ്ടായാൽ സ്വാഭാവികമായും അത് സർക്കാരിന്റെയോ പോലീസ് സംവിധാനത്തിന്റെയോ ശ്രദ്ധയിൽപ്പെട്ടാൽ അടുത്ത നിമിഷം സ്വമേധയാ കേസെടുക്കാമെന്ന് രാജ്യത്ത് നിയമമുണ്ട്, വിവിധ സുപ്രീം കോടതി ഗൈഡ് ലൈനുകളുണ്ട്, റൂളിങ്ങുകളുണ്ട്. ഹസ്കറിന് അത് അറിയാത്തതല്ല, അദ്ദേഹം ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത്? കേസെടുക്കാത്തതിന് പിന്നിൽ ഒന്നാണ് കാരണം. സർക്കാരിന്റെ ആത്മാവിരിക്കുന്നത് ആത്മയുടെ പ്രസിഡന്റിന്റെ കയ്യിലാണ്. ഈ സർക്കാരിനെ താങ്ങി നിർത്തുന്നത്, നമ്മൾ ഇതിനു മുമ്പ് സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതേ ഗണേഷ് കുമാറിന്റെ പേര് പരാമർശിച്ചു പോയില്ലേ? അന്ന് ഞാൻ ഇതേ ന്യൂസ് 18 ചർച്ചയിൽ പറഞ്ഞു, പൊളിറ്റിക്കൽ ഫീൽഡിലെ ഏറ്റവും വലിയ പിമ്പിന്റെ പേരാണ് ഗണേഷ് കുമാർ എന്ന്. നോക്കൂ, ഇത് പൊളിറ്റിക്കൽ ഫീൽഡിൽ മാത്രമല്ല സിനിമാ മേഖലയിലും ഏറ്റവും വലിയ പിമ്പിന്റെ, ഏറ്റവും വലിയ മാഫിയ തലവന്റെ പേരാണ് ഗണേഷ് കുമാർ എന്ന് അടിവര ഇടുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. എന്താ സംശയമുള്ളത്? ആത്മാ പ്രസിഡന്റിനെ സംരക്ഷിച്ച് മുമ്പോട്ട് പോയേ മതിയാകൂ എന്നൊരു പിടിവാശിയിലാണ് സർക്കാർ. കാരണമുണ്ട്. കാരണം ഈ ഒന്നാം പിണറായി ഗവൺമെന്റിനെ അധികാരത്തിൽ എത്തിക്കുന്നതിലേക്ക് വഴിവിട്ട വിവിധ കൊള്ളരുതായികൾ ചെയ്തു കൊടുത്തത് ഗണേഷ് കുമാറാണ്. അത് സോളാർ കമ്മീഷൻ റിപ്പോർട്ടിലും മറ്റുള്ളവർക്കും വ്യക്തമാക്കിപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാറിനെതിരെ ഒരു കൈ അനക്കിയാൽ, ഒരു ചെറു വിരൽ അനക്കിയാൽ സർക്കാരിനെ വലിച്ചു താഴെയിടാൻ പോകുന്ന രീതിയിലുള്ള രഹസ്യങ്ങൾ ഗണേഷിൽ ഉണ്ട് എന്ന് ഇടതുപക്ഷം ഭയക്കുന്നുണ്ട്. അത് തന്നെ സംശയം. അത് തന്നെയാണ് സത്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു പവർ ഗ്രൂപ്പിനെ പറ്റി പറയുന്നുണ്ടല്ലോ. ഇപ്പൊ പ്രിയപ്പെട്ട സംവിധായകൻ വിനയൻ പറഞ്ഞു അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടാവില്ല, അതൊരു മാഫിയ ശക്തിയെ, കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ശക്തിയെ വിളിക്കുന്ന പേരാണ്. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്. ആ പവർ ഗ്രൂപ്പിന്റെ പ്രസിഡന്റിന്റെ പേരാണ് ഗണേഷ് കുമാർ. ആ പവർ ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റിന്റെ പേരാണ് ശ്രീ മുകേഷ്. മുകേഷിനെതിരെ അദ്ദേഹത്തിന്റെ 1ഉം 2ഉം വിവാഹത്തിലെ ഭാര്യമാർ കൊടുത്ത പരാതി എവിടെയാണുള്ളത്? അതുമായി ബന്ധപ്പെട്ട എന്ത് അന്വേഷണമാണ് ഈ സർക്കാർ നടത്തിയിരിക്കുന്നത്? ഗണേഷ് കുമാറിനെതിരെ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയും ഭാര്യയുടെ കുടുംബവും കൊടുത്ത പരാതിയെ പറ്റി എന്താണ് ഉള്ളത്? പരാതി വരട്ടെ എന്നാണല്ലോ പറയുന്നത്. കൊടുത്ത പരാതികളിൽ ഈ സർക്കാർ എന്ത് അന്വേഷണമാണ് നടത്തിയിട്ടുള്ളത്? രണ്ടാമതായി, ഒരു കൊഗ്നിസബിൾ ഒഫൻസ് ഉണ്ടാകുമ്പോൾ പരാതി കിട്ടിയേ അടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? നോക്കൂ, ഇന്ന് അമ്മ പോലും വളരെ വ്യക്തമായി, ഇപ്പോ മഞ്ജുഷ് അടക്കം പറയും അതൊരു എന്താ പറയുന്ന ഒരു ന്യൂട്രൽ നിലപാടാണ് എന്ന് പറഞ്ഞേക്കാം. പക്ഷേ അങ്ങനെ ഒരു ന്യൂട്രൽ നിലപാടാണെങ്കിലും അമ്മയുടെ ജനറൽ സെക്രട്ടറി ശ്രീ സിദ്ദിഖ്, നമ്മൾ വിമർശനം ഒക്കെ അദ്ദേഹത്തിന് നേരെ അയച്ചു വിടുമ്പോഴും അദ്ദേഹം പോലും പറയുകയാണ് സർക്കാരാണ് ഇതിൽ നിലപാടെടുക്കേണ്ടത്, സർക്കാരാണ് കേസെടുത്ത് അന്വേഷിക്കേണ്ടത്, ഞങ്ങൾ അതിനെ യാതൊരു തരത്തിലും എതിർക്കില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണെന്ന് അമ്മ പോലും പറഞ്ഞു. ഈ വിഷയത്തിൽ പ്രതികർക്കപ്പെടുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മൾ ഒരു നിഴൽ പ്രതിയാക്കി മുമ്പിൽ നിർത്തുന്ന അമ്മ സംഘടനയും അതിന്റെ നേതൃത്വത്തെയുമാണല്ലോ. ശരി വസന്ത്, ഇക്കാര്യത്തിൽ സർക്കാരാണ് നിലപാട് എന്താണെന്ന് ഒരു വ്യക്തത വരുത്താത്തത്. ഇനി കോടതിയിൽ എന്ത് പറയുന്നു അതനുസരിക്കാമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. ഞാൻ നിങ്ങൾ രണ്ടുപേരിലേക്കും വരാം. ഇപ്പോൾ അമ്മയുടെ വൈസ് പ്രസിഡന്റായ ജയൻ ചേർത്തല കൂടി ചേരുകയാണ്.
ശ്രീ ജയൻ ചേർത്തല, അമ്മ ഇന്ന് നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണല്ലോ. പക്ഷേ ഈ അമ്മയുടെ നിലപാട് ഇത്രയും നാൾ വൈകിയതാണ് ഒരു വിമർശനത്തിന് ഇടയാക്കിയത്. അമ്മയ്ക്ക് നിലപാടില്ലേ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നത്. സ്റ്റേജ് ഷോയുടെ തിരക്കൊക്കെ പറഞ്ഞാലും പ്രയോറിറ്റി എന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയായിരുന്നുവല്ലോ. എന്തുകൊണ്ട് അത് മനസ്സിലാക്കുവാൻ അമ്മയ്ക്ക് കഴിഞ്ഞില്ല? ഇതിനകത്തൊരു സാങ്കേതിക വിഷയം എന്താണെന്ന് വെച്ചാൽ, മഞ്ജുഷ് ചോദിക്കുന്നത് ശരിയാണ്. സ്റ്റേജ് ഷോയ്ക്ക് നമുക്ക് ലെസർ പ്രിഫറൻസേ കൊടുക്കാൻ പറ്റൂ ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ. പക്ഷേ നമ്മളിത് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻകാരും അമ്മയും കൂടെ ചേർന്നിട്ട് കുറെ നാളായിട്ട് പ്രോഗ്രാം പ്ലാൻ ചെയ്യുക, 4 പ്രാവശ്യം പ്ലാൻ ചെയ്തിട്ട് നടക്കാതെ പോയി. അങ്ങനെ മനോരമക്കാർ പറയുന്നു ഞങ്ങൾ പൈസ തന്നാണ്, ഫൈനൽ ഡേറ്റ് 20-21 റെക്കോർഡിംഗ് നടന്നിരിക്കണം. അങ്ങനെ 17-ാം തീയതി റിഹേഴ്സൽ തുടങ്ങി. ഇത് 17-നോ 18-നോ ആണ് കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത്. പക്ഷേ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്നതും ഇതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്ന വിഷയത്തെക്കുറിച്ചും ഞങ്ങളിൽ ആരും തന്നെ, കാരണം ഞങ്ങളുടെയൊക്കെ ഫോൺ ഓഫായിരുന്നു, ഞങ്ങളൊക്കെ മാരിയറ്റിൽ അപ്പം 3-4 ദിവസമായിട്ട് അവിടെ താമസവും. അപ്പം ഞങ്ങൾ ഈ റൂമിൽ കയറി TV ന്യൂസ് കാണലില്ല, ഞങ്ങളുടെ ഫോണെല്ലാം സ്വിച്ച് ഓഫാണ്, എന്താ നടക്കുന്നതെന്നൊന്നും അറിയില്ല. വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പം സെക്കൻഡ് ഡേ വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോൾ 18-ാം തീയതി വൈകിട്ടാണ്, അല്ലെ 19-ാം തീയതി വൈകിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്, അവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ വന്ന് 18-ാം തീയതി വൈകിട്ട് അവിടെ ആൾക്കാരെല്ലാവരും കൂടെ വന്നിട്ടുണ്ട്, ചാനലുകാരെല്ലാം വന്നിട്ടുണ്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ പ്രതികരിക്കാൻ. അപ്പോൾ സത്യത്തിൽ ഞങ്ങളുടെ അതിന്റെ റിട്ടേൺ ഡോക്യുമെന്റ്സോ അല്ലെങ്കിൽ എന്താണ് റിപ്പോർട്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തതയില്ല. അതായിരുന്നു സത്യം. അതുകൊണ്ടാണ് അന്ന് കമ്മിറ്റി മുമ്പാകെ നമ്മൾ വന്നിട്ട് പറഞ്ഞത് ഞങ്ങൾക്കിത് എന്താണെന്ന് പോലും അറിയത്തില്ല. അല്ലാതെ ഒരിക്കലും അത് എക്സ്ക്യൂസ് അല്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് തീർന്നു കഴിഞ്ഞപ്പോഴേക്ക് ഇന്നലെ വെളുപ്പാങ്കാലമായി, അതുകൊണ്ട് താമസിച്ചാണ്. പക്ഷെ ഒരു കാര്യം പറയാം, ഞാൻ ഈ 19-ാം തീയതി തന്നെ പറഞ്ഞു, എങ്ങനെ എത്ര പ്രശ്നമുണ്ടായാലും അത് നമ്മൾ പഠിച്ച് എത്രയും പെട്ടെന്ന് പ്രതികരിക്കണം, മാധ്യമങ്ങളുടെ മുമ്പിൽ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ അഭിപ്രായം അറിയിക്കണം എന്ന് ഞാൻ പറഞ്ഞതാണ്. അന്ന് ലാലേട്ടനും സിദ്ദിഖേട്ടനും ഒക്കെ അത് സപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ അപ്പോൾ എല്ലാവരും കൂടെ, എല്ലാ ഭാരവാഹികളെയും കൂടി ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് അത് പഠിക്കാതെ പറയരുതെന്നൊരു അഭിപ്രായം അവരുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് വന്നതുകൊണ്ടാണ് അത് ഡിലേ ആയത് കേട്ടോ. പക്ഷെ ശ്രീ ജയൻ ചേർത്തല, പൊതുവായ ഒരു ആശങ്ക അമ്മ ഭാരവാഹികൾക്കില്ലായിരുന്നോ? അമ്മയ്ക്കെതിരായ ഒരു റിപ്പോർട്ടാണിത്. അമ്മയുടെ പേര് പലയിടത്തും ഈ റിപ്പോർട്ടിലുണ്ട്. അമ്മയിൽ നിന്ന് പിന്തുണ കിട്ടാത്തതിനാൽ നടിമാർക്ക് കമ്മിറ്റിയിൽ മൊഴി കൊടുക്കേണ്ടി വന്നു. അതിനാൽ പ്രതികരിച്ചാൽ ആരോപണ വിധേയരായവരുടെ ന്യായീകരണം എന്നായി പോകില്ലേ എന്ന പേടിയുണ്ടായിരുന്നില്ലേ ഇത്രയും ദിവസം വിട്ടു നിൽക്കാൻ? ഇതൊന്നുമില്ല. എന്താണെന്നറിയോ മഞ്ജുഷേ, ഇതില് ആരൊക്കെയാണ് കമ്മിറ്റി മുമ്പാകെ പിന്നെ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതിനൊരു വ്യക്തത നമുക്കില്ല. അപ്പം നമ്മൾ അമ്മയിലുള്ളവരാണോ ഇത് പറഞ്ഞിരിക്കുന്നത്? ഇപ്പോഴും സത്യത്തിൽ വ്യക്തതയില്ല. ഈ ഞാനും മഞ്ജുഷുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കമ്മിറ്റി മുമ്പാകെ ഈ പരാതികൾ പറഞ്ഞിട്ടുള്ള വ്യക്തികൾ അമ്മയിലെ മെമ്പർമാരാണോ എന്ന് ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല. പിന്നെ അമ്മയിലെ മെമ്പർമാരാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു ആശങ്കയുമില്ല. നമ്മുടെ ആശങ്ക എന്താണെന്നറിയാം, അവർക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ട് നമ്മളെ എന്താ അറിയിക്കാതിരുന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ നമുക്ക്. കാരണം അവരുടെ പക്ഷത്ത് തന്നെയാണെന്നേ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെ അങ്ങനത്തെ ഒരു നമ്മൾ ഈ സംഘടനയുടെ എണ്ണം തന്നെ പറഞ്ഞാൽ മഞ്ജുഷിന് മനസ്സിലാവും. 506 പേരുള്ളതിൽ 250 പേരെ പുരുഷന്മാരുള്ളൂ. 250 ഇല്ല, 246 പേരെ പുരുഷന്മാരുള്ളൂ. 260 പേര് പെണ്ണുങ്ങളാ. ആലോചിച്ച് നോക്ക്. ഞാനൊക്കെ ജയിച്ചു വരുമ്പം ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ സംഘടനയുടെ ലേഡീസ് തന്നെയാണ്. എനിക്ക് അവരോട് പ്രതിബദ്ധതയും ബഹുമാനവും സ്നേഹവും മാത്രമേ ഉള്ളൂ. പക്ഷെ അവർക്ക് അമ്മയുടെ മുന്നിൽ പരാതി ഉന്നയിക്കാൻ കഴിയാത്തത് എന്താണ്? ധൈര്യം കിട്ടിയില്ല. ഇപ്പം നമ്മൾ പറയുമ്പം നമ്മൾ ചിന്തിക്കണം, ഇവർ ഉന്നയിച്ചിട്ടുള്ള ഇപ്പം പരാതികളുടെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ട് നോക്കും, ഇപ്പോഴത്തെ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വെച്ചിട്ട് നോക്കുമ്പോൾ ഇതിൽ മെമ്പറായിട്ടുള്ള ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരും ഈ പരാതിപ്പെടുന്ന ആ കാറ്റഗറിയിൽ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്താണെന്നറിയാമോ, ഇപ്പം ഇതിനകത്ത് അമ്മയിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാ എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് അവർക്ക് ഈ പറഞ്ഞ പോലെ മൂത്രത്തിന്റെ പ്രശ്നങ്ങളോ മൂത്രമൊഴിക്കാൻ സ്ഥലമില്ലാത്തതിന്റെ പ്രശ്നങ്ങളോ അവർക്ക് ഭക്ഷണം കിട്ടാത്തതിന്റെ പ്രശ്നങ്ങളോ അവർക്ക് താമസത്തിന്റെ പ്രശ്നങ്ങളോ അവരുടെ മുറിയിൽ പോയി ഒരു കതകിൽ മുട്ടാൻ പറ്റുന്ന ധൈര്യമുള്ള മറ്റ് സ്റ്റാറുകളോ അല്ലെ ടെക്നിക്കൽ സ്റ്റാഫുകളോ എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന്. എനിക്ക് തോന്നുന്നത് ഇത്
കുറച്ചുകൂടെ സ്കാറ്റേഡ് ആയിട്ട് നമ്മുടെ ഈ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പൊ അവര് കുറച്ചു പേര് അവരുമായിട്ടും കമ്മിറ്റി അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ടാവും. ഒരു പക്ഷേ അവരിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് ആയിരിക്കും എന്നാണ് എന്റെ മനസ്സിലെ കണക്കൂട്ടൽ. എനിക്ക് അറിയില്ല കേട്ടോ, കാരണം ഇത് അറിയാതെ നമുക്ക് പറയുന്നത് ശരിയല്ല. പക്ഷേ ഈ കഥകിൽ പൊട്ടിയ കാര്യം എന്ന് പറയുന്നത് ആ പരാതി അമ്മ മുൻപാകെ വന്നതാണല്ലോ. അമ്മയ്ക്ക് പരാതി കിട്ടി, നടപടിയില്ല. സത്യമാണ്, ഒരു പരാതി വന്നു. അത് ആക്ച്വലി ഞാനൊക്കെ അമ്മയിൽ ഇപ്പം ഞാനുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് നടക്കും എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഞാനൊക്കെ അമ്മയിൽ മെമ്പർ ആകുന്ന 2009 ഞാൻ ഈ ലെറ്റർ വായിച്ചപ്പോൾ, ഈ പെൺകുട്ടിയുടെ ലെറ്റർ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ പരാതി കൊടുത്തിരിക്കുന്ന 2006 2008 മറ്റോ ആണ് ഈ പരാതി കൊടുത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതിനുശേഷം അന്ന് എനിക്ക് തോന്നുന്നു ഇന്നസെന്റ് ഏട്ടനാണ് പ്രസിഡന്റ്, ബാബുചേട്ടനാണ് സെക്രട്ടറി എന്ന് തോന്നുന്നു. അങ്ങനെ അന്ന് എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. ഇപ്പം എനിക്ക് റിപ്പോർട്ട് എൻ്റെ മെയിലിൽ കിട്ടുന്നത് ഈ മാസം 20 ഷോയുടെ ഷൂട്ടിംഗ് നടക്കുന്ന റിഹേഴ്സൽ 17, 18, 19 ഷോയുടെ ഫസ്റ്റ് ദിവസം 20 എന്നെ മാലാ പാർവതി, ആർട്ടിസ്റ്റ് മാലയാണ് എന്നെ വിളിച്ചിട്ട് പാർവതി പറയുന്നു, ജയ ഇങ്ങനൊരു പരാതി വന്നു, നമ്മൾ പ്രതികരിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു ഇപ്പൊ എന്താ അങ്ങനൊരു വിഷയം വരാൻ കാരണം? പറഞ്ഞു അല്ല, ഇത് വർഷങ്ങൾക്ക് മുൻപ് കൊടുത്തതാണ്, അതിന് അമ്മയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടാകാത്തതുകൊണ്ട് വീണ്ടും ഒന്ന് റിമൈൻഡ് ചെയ്യാനുള്ള മെയിലാണ്, ഇതിന് പ്രതികരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു പാർവതി, ഞാനിവിടെ അവൈലബിൾ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി സെക്രട്ടറി എന്റെ കൂടെ ഉണ്ട്, ഞാൻ സെക്രട്ടറിയുമായിട്ട് ജോയിന്റ് സെക്രട്ടറിയുമായിട്ട് സംസാരിക്കട്ടെ. ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതൊരു വലിയ ഇഷ്യൂ ആണ്, നമുക്ക് എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്യണം, എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്തിട്ട് ഉത്തരം കൊടുക്കാം. ഇതായിരുന്നു സത്യത്തിൽ സംഭവിച്ചത്. പക്ഷെ ആ കുട്ടി ദൗർഭാഗ്യവശാൽ ഇപ്പൊ ചാനലിൽ കയറിയിട്ട് ഉത്തരം കിട്ടിയില്ല എന്നൊരു പരാതി പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ അത് അമ്മയ്ക്ക് നമ്മുടെ ഭാഗത്ത് ഞങ്ങൾ ഭാരവാഹികൾക്ക് പറ്റിയ ഒരു അബദ്ധമായിട്ട് ഞാൻ അതിനെ കാണുന്നു. വെറും ഒരു അബദ്ധമല്ലല്ലോ ശ്രീ ജയൻ ചേർത്തല. 18 വർഷങ്ങൾക്ക് മുൻപുള്ള പരാതി നീതി കിട്ടിയിരുന്നുവെങ്കിൽ ഹേമ കമ്മീഷൻ മുമ്പിൽ പോയിട്ടുണ്ടോ? ഹേമ കമ്മിറ്റി സമീപിക്കേണ്ടി വരില്ലായിരുന്നു. അന്ന് അതിന് സൊല്യൂഷൻ കണ്ടുപിടിച്ച് കൊടുക്കേണ്ടതായിരുന്നു. അത് സത്യമാണ്. അതിനെ ഞാൻ അനുകൂലിക്കുന്നില്ല, ഞാൻ അതിനെ ന്യായീകരിക്കുന്നുമില്ല. അങ്ങനെ ഒരു പരാതി ഇതിന് മുൻപായാലും ഇനിയായാലും വന്നാൽ ഞാൻ ഈ അമ്മയുടെ ഭാരവാഹിയായിട്ട് നിൽക്കുന്നിടത്തോളം കാലം നമ്മൾ അതിനെ ഒരിക്കലും ഒരു പരാതി പോലും നിഗ്ലക്ട് ചെയ്യാൻ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കില്ല, നമ്മൾ അതിനെ അനുകൂലിക്കത്തുമില്ല. അപ്പോൾ പരാതികൾ വന്നത് വെറുതെയല്ല, മുൻ ഭാരവാഹികളുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് 2006 ഉള്ള ഭാരവാഹികൾക്ക് ഒരുപക്ഷെ പറ്റിയൊരു അബദ്ധമായിരിക്കാം. അതിനെക്കുറിച്ച് നമ്മളിപ്പോ പറയുന്നത് അതിൽ മൺമറഞ്ഞു പോയ ആൾക്കാർ വരെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇന്നസെന്റ് ഏട്ടൻ പ്രസിഡന്റാണ്, അക്കാലത്ത് അദ്ദേഹം മരിച്ചുപോയതാണ്. അപ്പം നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ചിലപ്പം എന്തുകൊണ്ടോ അത് ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്നുള്ളത് മാത്രമേ നമുക്ക് അതിനെ നമ്മൾ വില കുറച്ച് കാണുന്നതല്ല, അന്ന് പറ്റിയൊരു അബദ്ധമാണത്. അതുപോലെ തന്നെ പവർ ഗ്രൂപ്പിനെയും ലഘൂകരിക്കുകയാണ് അമ്മ. പവർ ഗ്രൂപ്പ് എന്ന കാര്യം ഹേമ കമ്മിറ്റി പലയിടങ്ങളിലും എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ നടന്മാർ, സംവിധായകർ, മറ്റുള്ള ടെക്നീഷ്യൻസ് ഇവയെല്ലാവരും ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. 10 മുതൽ 15 വരെ പവർ ഗ്രൂപ്പിന്റെ സ്വാധീനവും പറഞ്ഞിട്ടുണ്ട്. കമ്മിറ്റി തന്നെ കണ്ടെത്തുമ്പോൾ അമ്മ പോലുള്ള സംഘടനകൾ എന്തുകൊണ്ട് ഇക്കാര്യം അറിയുന്നില്ല? ശ്രീ ജയൻ ചേർത്തല, ഇല്ല എന്ന് നിങ്ങൾ പറയുന്നു. അല്ല, സത്യത്തില് ഇപ്പൊ മഞ്ജുഷ് പറയുമ്പോൾ ഞാൻ ഖണ്ഡിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇങ്ങനൊരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് ഞങ്ങൾ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല മഞ്ജുഷ്. ഇത് സത്യമാണ്, ഉള്ള കാര്യം തുറന്നു പറയുകയാണ്. നമ്മൾ ഇതിനകത്ത് നിങ്ങൾ കാണുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ലെന്നേ സിനിമാ മേഖലയ്ക്കകത്തും അമ്മയ്ക്കകത്തും ഉള്ള ഭയങ്കര ഫ്രണ്ട്ഷിപ്പോടുകൂടി നല്ല രസമായിട്ട് നമ്മൾ ഈ ഹയറാർക്കികളൊന്നും ചിന്തിക്കാതെ, ചിലപ്പോൾ സൂപ്പർ സ്റ്റാറുകളൊക്കെ ചിലപ്പം അവരോട് നമ്മൾക്കൊരു നമ്മൾ തമാശകൾ ഓവറായിട്ട് പറയില്ലായിരിക്കും. പക്ഷെ അല്ലാത്ത നമ്മുടെ ആർട്ടിസ്റ്റുകൾ, നമ്മുടെ കാറ്റഗറിയിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ നമ്മൾ ഭയങ്കര തമാശകളും പറഞ്ഞ് നമ്മൾ അവരോട്, ഇപ്പൊ ലാലേട്ടനായാൽ പോലും മമ്മൂക്കയും ചിരിയും തമാശയുമായിട്ടൊക്കെ നിൽക്കും. ആരും അങ്ങനെ അകന്ന് നിൽക്കിയ ഒരു ഹൈപ്പോർ കമ്മിറ്റിയോ ഒന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ലാലേട്ടനൊക്കെ നമ്മുടെ കൂടെ തമാശകൾ പറഞ്ഞ് നിൽക്കുന്ന ആളാണ്. മമ്മൂക്ക ആയാലും അതെ. വരുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് സമയം ഒന്ന് മയപ്പെട്ട് വരാൻ കുറച്ച് സമയം എടുക്കും. അത് കഴിഞ്ഞാൽ പുള്ളിയും ഭയങ്കര കമ്പനി. അപ്പൊ നമ്മള് കാണുന്ന പുറത്തും നോക്കുന്ന ഒരാളെ നോക്കുമ്പോൾ കുറെ ഒരേപോലത്തെ ആൾക്കാർ അങ്ങനെ തോന്നുള്ളൂ. അല്ലാതെ അതിനകത്തൊരു ഏറ്റക്കുറച്ചിലൊന്നും ഇവരുടെ ഒന്നും പെരുമാറ്റത്തിലൊന്നും എനിക്കൊന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇത് കള്ളം പറയുന്നതല്ല, ഇതൊരു സത്യമാണ്. ആരും അങ്ങനെ. പക്ഷെ ഇതേ രസം എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല ശ്രീ ജയൻ ചേർത്തല. ഇതേ ഗ്രൂപ്പ് തന്നെ വർഷങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്നു. സംവിധായകൻ വിനയൻ തന്നെ അല്പം മുമ്പും അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയ സമയത്ത് അദ്ദേഹം കോമ്പറ്റീഷൻ കമ്മീഷനിൽ പോയി അനുകൂല വിധി നേടിയപ്പോഴൊക്കെ സിനിമയെ നിയന്ത്രിക്കുന്നവരെ കുറിച്ചുള്ള പരാമർശം ആ വിധിയിലും ഉണ്ടായിരുന്നു. അതേ കാര്യങ്ങൾ ഹേമ കമ്മിറ്റിയിലും ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഏത് പേര് മാറ്റി വിളിച്ചാലും പ്രമുഖരുടെ ഗ്രൂപ്പ് ഉണ്ട് ഇപ്പോഴും. അതിനെ പവർ ഗ്രൂപ്പ് എന്നോ മറ്റോ മാഫിയ സംഘമെന്നോ ഏത് രീതിയിൽ വേണമെങ്കിലും വിശേഷിപ്പിക്കാം.
അല്ല, ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അറിവില്ലായ്മയായിരിക്കാം. പക്ഷെ നമ്മുടെ അറിവ് വെച്ചിട്ടല്ലേ നമുക്ക് ഇതുപോലൊരു ചാനലിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. എന്റെ അറിവിൽ സത്യത്തിൽ ഇല്ല കേട്ടോ. ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഞങ്ങളിങ്ങനെ ഇവിടെ ഇടപഴകുമ്പോഴായാലും നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഇതുവരെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു ഹൈ പവർ കമ്മിറ്റി ഉണ്ടെന്ന്. പക്ഷെ വിനയൻ ചേട്ടൻ കഴിഞ്ഞ ദിവസം ചാനലിൽ പറയുന്നത് ഞാൻ കണ്ടു. ചിലപ്പം അദ്ദേഹത്തിന്റെ അനുഭവം ആയിരിക്കാം. എന്തായാലും നമുക്ക് അറിവുള്ളതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം എന്റെ അറിവിലില്ല, അതാണ് സത്യം. പക്ഷെ ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടിൽ പേരുകളില്ല എന്ന് മാത്രമേ ഉള്ളൂ. കേസെടുക്കാതിരിക്കാൻ ഇത് സർക്കാരിന് ന്യായീകരണവും ആകുന്നുണ്ട്. പക്ഷെ ഈ പേരുകൾ പുറത്തു വരുന്നതല്ലേ നല്ലത്? ഈ ആരോപണ വിധേയരായവരുടെ എല്ലാവരെയും സംശയത്തിലാക്കുന്നതിനേക്കാൾ നിങ്ങൾക്കും അത് തന്നെയല്ലേ നല്ലത്? അല്ല, ഇതിപ്പം മഞ്ജുഷിനും അറിയാവുന്ന പോലെ ഇതൊരു കമ്മിറ്റിയാണ്, ഹേമ കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റി ഈ സിനിമാ ഫീൽഡിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് ഒരു അവബോധം സർക്കാരിന് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി റിപ്പോർട്ടാണ്. ഇതിനകത്ത് കുറെ കുഴപ്പങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതിന്റെ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കേണ്ടതായിട്ടുണ്ടല്ലോ, നാച്ചുറലി. കാരണം തെളിവുകളും മൊഴികളും എല്ലാം കമ്മിറ്റികളുടെ മുമ്പിൽ ഉണ്ടായെന്ന് വരില്ല. അപ്പൊ അതിന് പ്രോപ്പറായിട്ടൊരു അന്വേഷണം നടത്തി അതിന്റെ തെളിവുകൾ ഹാജരാക്കി അതിൽ കുറ്റക്കാരെ കണ്ടെത്തി അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കണം. അതിനൊട്ടും വൈകണ്ടെന്നാണ് ഞാൻ പറയുന്നത്. എത്രയും പെട്ടെന്ന് അതിനുള്ള ഈ അന്വേഷണ ഏജൻസിയെ നിയോഗിക്കുകയും അവർ അന്വേഷണം നടത്തുകയും ഇല്ലെങ്കിൽ എന്ത് പറ്റും എന്നറിയാം. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ. എന്റെ മോൻ 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവൻ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അവന്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ ചോദിക്കില്ലേ, നിന്റെ അച്ഛന്റെ കൂട്ടുകാരും നിന്റെ അച്ഛനും ഒക്കെ കുഴപ്പക്കാരാണോ എന്ന് ചോദിക്കില്ലേ? നമ്മളും സമൂഹത്തിൽ ജീവിക്കേണ്ട ആൾക്കാരല്ലേ. നമ്മൾ തെറ്റുകൾ ചെയ്യാതെ മാന്യമായിട്ട് ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ആരൊക്കെയോ 1-2 പേരോ അല്ലെങ്കിൽ എത്രയോ പേരാവട്ടെ അവർ ചെയ്ത തെറ്റിന്റെ പാപഭാരം ചുമക്കേണ്ടി വരുന്നത് വലിയ കഷ്ടമല്ലേ ഞങ്ങൾക്ക്? അതുകൊണ്ട് ഞങ്ങൾ വളരെ സത്യസന്ധമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്, എത്രയും പെട്ടെന്ന് അന്വേഷണം നടക്കട്ടെ. എത്രയും പെട്ടെന്ന് ഈ അന്വേഷണത്തിലൂടെ തെറ്റുകാരനെ കണ്ടെത്തട്ടെ എന്ന് പറയുകയാണ്. താങ്കൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അമ്മയിൽ ഭിന്നത ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ്. വൈസ് പ്രസിഡന്റ് ജഗദീഷ് കുറച്ചുകൂടി വ്യക്തമായി കാര്യങ്ങൾ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞതിനേക്കാൾ പറയുന്നു. താങ്കളുടെ ടോണും സിദ്ദിഖിനേക്കാൾ കുറച്ചുകൂടി ബലമുള്ളതാണ്. ഈ പരാതിയില്ലെങ്കിലും കേസെടുക്കണം എന്ന് ഉറപ്പിച്ച് പറയാൻ നിങ്ങൾക്ക് ആർക്കും കഴിയാത്തത് എന്തുകൊണ്ടാണ്? ജഗദീഷിന് അത് കഴിയുകയും ചെയ്തിട്ടുണ്ട്. അല്ലല്ല, സെക്രട്ടറിയും പറഞ്ഞതല്ലേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരൊറ്റ തീരുമാനമേ ഉള്ളൂ. ഇത് അന്വേഷിക്കണം. ഇത് അന്വേഷിച്ച് ഇതിൽ തെറ്റുകാരെ കണ്ടെത്തണം. ഞങ്ങളെ പോലത്തെ നിരപരാധികളായ ആൾക്കാർക്ക് മാന്യമായിട്ട് പുറത്തിറങ്ങി നടക്കണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും സമൂഹത്തിന്റെ മുമ്പിൽ ഒരു ദുഷ്പേര് കേൾക്കാൻ താല്പര്യമില്ല. തെറ്റ് ചെയ്തവരെ കൊണ്ടുവരൂ, തെറ്റ് ചെയ്തവരെ കണ്ടെത്തൂ, അവരെ ശിക്ഷിക്കാൻ അവരെ നമുക്ക് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തേണ്ട അവസ്ഥയാണ്. കാര്യം ഈ തൊഴിൽ മേഖലയെ വൃത്തികേടാക്കുന്ന ആൾക്കാരെ നമുക്കും സഹിക്കാൻ വലിയ പ്രയാസമാണ്. മനസ്സിലായില്ലേ? ഈ ഒറ്റപ്പെട്ടതല്ല എന്നാണ് ജഗദീഷ് പറയുന്നത്. പക്ഷേ ഒറ്റപ്പെട്ടതാണെന്ന് വ്യക്തമായിട്ട് എത്ര എണ്ണം വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഇതിപ്പോ നമ്മളെ സംബന്ധിച്ച് ഒരു ഒറ്റപ്പെട്ട സംഭവം പോലെയാണ് നമ്മൾ കേൾക്കുന്നത്. കാര്യം നമ്മളിത് ആദ്യമായിട്ട് അറിയുന്ന സംഭവമാണ്. നമ്മൾക്കിത് ഇങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സിൽ പോലും ഇങ്ങനെ സംഭവങ്ങൾ ഇത്ര ഇതായ രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് ഏത് കാര്യം അറിയാം. ഇപ്പം തൊഴിൽ മേഖലകൾ ഇപ്പം മഞ്ജുഷിനറിയാം, നിങ്ങളുടെ ചാനലുകളിലായാലും അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലായാലും അല്ലെങ്കിൽ മറ്റ് മേഖലകളിലായാലും ഇതുപോലെയുള്ള ഈ പറഞ്ഞ പ്രണയങ്ങളും ഈ മറ്റ് സെക്ഷുവൽ റിലേഷൻസും ഒക്കെ ഒരുപാട് നടക്കുന്ന ഒരു സമൂഹത്തിൽ മനുഷ്യരാശിക്കുള്ള ഒരു ബന്ധത്തിന്റെ ഒരു പ്രശ്നമാണത്. അത് നടക്കുന്നുണ്ട്. പക്ഷേ ഇത് സിനിമയിൽ വരുമ്പം ഇത് ഫോഴ്സ്ഫുള്ളായിട്ട് ഇത് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ത്രട്ടൻ ചെയ്തുകൊണ്ട് ആൾക്കാരെ വല്ലാണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പലതിനും വശമതാക്കാന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അത് ഏത് ഫീൽഡിലായാലും അത് തെറ്റാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്കിത് ഇത്ര കണ്ട് ഇപ്പം ആൾക്കാർക്ക് ഇഷ്ടം തോന്നിയ ആൾക്കാർ ഒരു പുരുഷനും സ്ത്രീയും കൂടെ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതും താമസിക്കുന്നതും അങ്ങനത്തെ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ഹോട്ടൽ മുറിയെടുത്ത് ഒരു പുരുഷനും സ്ത്രീ ഒരുമിച്ച് താമസിക്കാറുണ്ട്. അവർക്ക് ഇഷ്ടം വന്നാൽ അതിനെ ഒന്നും നമ്മൾ ഇന്റർഫിയർ ചെയ്തിട്ട് കുറ്റക്കാരാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ ഇഷ്ടമില്ലാതെ ഭീഷണിപ്പെടുത്തി വശമതനാക്കുന്നതോ തെറ്റാണ്. അത് സ്ത്രീക്ക് സംഭവിച്ചാലും പുരുഷന് സംഭവിച്ചാലും അത് തെറ്റാണ്. ആ തെറ്റുകളെ കണ്ടെത്തി പുറത്തു കൊണ്ടുവരണം. അവരെ നമ്മൾ ഒറ്റപ്പെടുത്തും. നമ്മൾ സംഘടനയുടെ കൂടെ ചലിക്കാൻ അവരെ സമ്മതിക്കില്ല. ജഗദീഷ് പറയുന്ന പോലെ ഒറ്റപ്പെട്ട സംഭവമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത്. അതേപോലെ തന്നെ ഗണേഷ് കുമാറിനെ പരാമർശിക്കുന്ന ഭാഗവുമുണ്ട്. തിലകനെ സീരിയലിൽ തടഞ്ഞത് ഗണേഷ് കുമാർ ആണ് എന്ന് തന്നെ കൃത്യമായിട്ട് ആ ആത്മാ പ്രസിഡന്റ് എന്ന രീതിയിൽ തന്നെ അവിടെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഗണേഷ് കുമാറിന്റെ സ്വാധീനവും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിലെ തടസ്സമായി നിന്നിട്ടുണ്ടോ എന്നുള്ള കാര്യവും പൊതുസമൂഹം ചോദിക്കുമ്പോൾ അമ്മയ്ക്കും അതിനകത്ത് ഉത്തരം പറയേണ്ടതുണ്ട്.
അല്ല, ബാക്ക് ഫുട്ട് അല്ല, അതിന് വേണ്ട നടപടി എന്താന്ന് നമുക്ക് കമ്മിറ്റി കൂടി തീരുമാനിച്ചെടുത്താൽ പോരെ. അല്ല, അതിനകത്ത് ബാക്ക് ഫുട്ടോ ഫ്രണ്ട് ഫുട്ടോ എന്നുള്ളതല്ല മഞ്ജുഷേ. ആ വിഷയത്തിന് ആസ്പദമായ അവർക്ക് അവരുടേതായ ന്യായീകരണങ്ങളോ ആൻസറുകളോ ഉണ്ടെങ്കിൽ അത് കേട്ടിട്ട് നമുക്ക് ബാക്കി തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുമല്ലോ. എന്താ സംഭവിച്ചെന്നുള്ളതിനെ കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്തിട്ട് അതിനെക്കുറിച്ച് പറയുന്നതല്ലേ ഏറ്റവും നല്ലത്. കാരണം തിലകൻ സാറ് എത്രയോ വർഷമായി തിലകൻ സാർ മൺമറഞ്ഞു പോയി. തിലകൻ സാറിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. ഈ കമ്മിറ്റി റിപ്പോർട്ടിലും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാനത് വായിക്കുകയും ചെയ്തതാണ്. അപ്പൊ അതിൽ എത്രത്തോളം വസ്തുതയുണ്ടോ എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം നമ്മൾ അതിന് പ്രതികരിക്കുന്നതല്ലേ നല്ലത്. എന്തായാലും ഒരു ടാക്ടിക്കലായുള്ള നിലപാട് തന്നെയാണ് ഇപ്പോൾ അമ്മ എടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ 5 ദിവസം പ്രതികരിക്കാതിരുന്നിട്ട് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന ചോദ്യം ഉയർന്നപ്പോൾ ശരി, ഞങ്ങൾ ഇരകൾക്കൊപ്പമുണ്ട് എന്ന സന്ദേശം നൽകുന്ന രീതിയിലുള്ള ടാക്ടിക്കൽ അപ്രോച്ച്. അല്ല, ടാക്ടിക്കൽ എന്നല്ല. നമ്മൾ ദൈവമേ, ഇത് നല്ലത് പറഞ്ഞാലും കുഴപ്പമാവോ മഞ്ജുഷേ? ഇത് ടാക്ടിക്കൽ ഒന്നും അല്ലെന്ന്. ഇത് നമ്മള് ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പം അതിനെ ഏറ്റവും ശുദ്ധീകരണത്തിലൂടെ നല്ല രീതിയിൽ സംഘടനയ്ക്കും സിനിമയ്ക്കും ഗുണം കിട്ടുമെങ്കിൽ അതാവട്ടെ എന്നുള്ള ഒറ്റ ഉദ്ദേശശുദ്ധിയോടെയാണ് ഞങ്ങൾ ഇന്നത്തെ ഈ പ്രസ് കോൺഫറൻസിൽ ഞങ്ങൾ പത്രക്കാര് ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. അല്ല, അപ്പൊ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ നിങ്ങളെ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ഒരു ടാക്ടിക്കൽ മീറ്റിംഗും കഴിഞ്ഞിട്ടല്ല, സത്യസന്ധമായിട്ട് അമ്മയുടെ തീരുമാനങ്ങൾ ജനത്തിനോട് പറയുക. ശരി. ഇനിയിപ്പോ പൊതുസമൂഹം ഏത് രീതിയിലാണ് വിലയിരുത്തുന്നത് എന്ന് വരും ദിവസങ്ങളിൽ പല ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ വൈകിപ്പോയതിന്റെ കേട് തീർത്ത് സത്യസന്ധമായിട്ട് അമ്മയുടെ വികാരം ജനങ്ങളെ അറിയിക്കണം. ശരി. നന്ദി ശ്രീ ജയൻ ചേർത്തല, അമ്മ വൈസ് പ്രസിഡന്റ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. ഇപ്പോൾ ദിവ്യ ഗോപിനാഥ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. നടിയും WCC അംഗവുമാണ് ദിവ്യ. ഇന്ന് അമ്മയുടെ നിലപാടിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഒരു പോസിറ്റീവായുള്ള ഒരു അപ്രോച്ച്, ഒരു നിലപാടാണോ അമ്മ സ്വീകരിച്ചിരിക്കുന്നത്? കേൾക്കാം, പറഞ്ഞോളൂ ദിവ്യ. നമസ്കാരം. അതിന് ഒരുപാട് സന്തോഷം അറിയിക്കാം. ഞങ്ങളെ പോലുള്ള ഒരുപാട് സ്ത്രീകൾ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു വർക്ക് സ്പേസിനെ അതിലെ കുഴപ്പം ഉണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന് നമ്മുടെ കരിയറും നമ്മുടെ ലൈവ്ലിഹുഡും ഒക്കെ സെക്കൻഡറി ആയി വെച്ച് നമ്മുടെ ഒരു ഫ്യൂച്ചറിന് വേണ്ടി നമ്മുടെ നല്ലൊരു വർക്ക് പ്ലേസ്, നോർമലി ഏതൊരു തൊഴിലിടവും പോലെ നമ്മുടെ തൊഴിലിടവും നോർമലി ഒരു തൊഴിൽ ചെയ്യാൻ പറ്റുന്ന വിധത്തിലേക്ക് അതിനകത്തെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് മുന്നോട്ട് വന്ന് ഒരുപാട് സ്ത്രീകളുടെ ഒരു പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഇന്ന് ഇത്രയും ഈ 5 വർഷത്തിന്റെ ഇടയിൽ ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾക്ക് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞത്. അതിന്റെ ഒരു അഭിമാനം ഇവിടെ അറിയിക്കുന്നു, ഒരു സന്തോഷം അറിയിക്കുന്നു. അതൊരു തുടക്കമായിട്ടാണ് കാണുന്നത്. നമ്മുടെ വർക്ക് പ്ലേസിൽ ഉണ്ടാവാൻ പോകുന്ന വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായിട്ട് തന്നെ കാണുന്നു. ഇപ്പോ AMMയുടെ മെമ്പർ ഇവിടെ ഇരുന്ന് പറഞ്ഞതിന്റെ ഒരു ഇത് ഉൾക്കൊണ്ട് തന്നെ സംസാരിക്കാനാണെങ്കിൽ വളരെ ഇന്ന് പ്രസ് മീറ്റിൽ തന്നെ അവരെടുത്ത ഒരു രീതികളുണ്ട്. എത്ര സില്ലി ആയിട്ടാണ് ഈ വിഷയങ്ങളെ അവരെ കാണുന്നു എന്നുള്ളതാണ് ഇപ്പൊ സംസാരിച്ചപ്പോഴും. ഒരു കമ്മിറ്റിയുടെ മുമ്പാകെ അവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ, അവരുടെ ട്രോമകൾ സംസാരിക്കാൻ കുറെ സ്ത്രീകൾ പോയിരുന്ന് ഇന്ന് അത് മുന്നിലോട്ട് വരുമ്പോ അതിനെ പ്രണയത്തോടും സെക്ഷൽ റിലേഷൻഷിപ്പിനോടും ഒക്കെ ഉപമിക്കാൻ കഴിയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു സ്ത്രീ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ ഡിഗ്നിറ്റിയേക്കാൾ വലുത് നമ്മളുടെ സ്പേസിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങൾ, ഈ ചൂഷണങ്ങൾ പറയാൻ തയ്യാറായിട്ടുള്ള സ്ത്രീകളെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന മറ്റുള്ളവരോട് നടപടി എടുക്കട്ടെ എന്ന് അദ്ദേഹം ആവർത്തിച്ച് ഇപ്പോ സംസാരിക്കുകയുണ്ടായി. പക്ഷെ എനിക്ക് പറയാനുള്ളത് അസോസിയേഷൻ, അസോസിയേഷനില് ആ അസോസിയേഷനിൽ ഒരു മെമ്പർ ചെയ്യുന്ന പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച ഒരു സ്ത്രീയാണ് ഞാൻ. അത് അവര് പറയുന്നത് അവർക്ക് ഇതുവരെ ഒരു കംപ്ലൈന്റ്
ഒരു 2006 നടന്ന സംഭവത്തിന് 2018 കിട്ടി. അത് മാത്രമാണ് അവർക്ക് വന്ന കംപ്ലൈന്റ് എന്നാണ്. ഇന്നും എന്റെ മെയിലില് സെൻഡ് ഐറ്റത്തില് അവിടെ പോയ മെയില് കിടക്കുന്നുണ്ട്. എന്റെ കംപ്ലൈന്റ് എന്റെ കയ്യിൽ, എന്റെ പക്കൽ ആ കംപ്ലൈന്റ് കിടക്കുന്നുണ്ട്. ഇന്ന് വരെ അവിടെ നിന്ന് ഒഫീഷ്യലായി എന്നോട് ആരും സംസാരിക്കുകയോ AMMയുടെ ഭാഗമായിട്ട് ഇത് കേട്ടു എന്നോ നമ്മുടെ സംഘടനയിൽ ഈ മെമ്പർ ഇങ്ങനെ ചെയ്തതിനെ കുറിച്ച് അവർ സംസാരിച്ചു എന്നോ ഇതുവരെ അങ്ങനെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യവും എനിക്ക് വന്നിട്ടില്ല. ദിവ്യ, അതിനകത്ത് ഒരു ക്ലാരിറ്റി കൂടി വരുത്തുകയാണ്. ഇപ്പോൾ അല്പം മുമ്പ് സംസാരിച്ചത് ജയൻ ചേർത്തലയാണ്, അമ്മയുടെ വൈസ് പ്രസിഡന്റ് ആണ്. അദ്ദേഹം പറഞ്ഞത് 2006 കിട്ടിയ പരാതിയെ കുറിച്ച്, വാതിലിൽ മുട്ടിയ പരാതിയെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. 2006 കിട്ടി, പക്ഷെ അന്നത്തെ ഭാരവാഹികൾ അതിൽ നടപടി എടുത്തില്ല, അത് ദൗർഭാഗ്യകരമായി പോയി എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. പിന്നെ ഈ 2020 ഒരു മെയിലിൽ അവിടെ ഇതേ പരാതി തന്നെ ആവർത്തിച്ചു വന്നിട്ടുണ്ടായിരുന്നു എന്നാണ്. അതല്ലാതെ മറ്റു പരാതികളില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ഈ വാതിൽ മുട്ടിയ ഈ സംഭവം ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ വന്നതുകൊണ്ടാണ്. ശരിയാണ്. അതിനോടൊപ്പം തന്നെ പറയുന്നു മറ്റൊരു പരാതിയും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന്. പക്ഷെ താങ്കൾ പറയുന്നത് താങ്കളുടെ പരാതിയെയും ഇതേ രീതിയിൽ തന്നെയാണ് അമ്മ ട്രീറ്റ് ചെയ്തത് എന്നല്ലേ? തീർച്ചയായിട്ടും. ഞാൻ 2006 എനിക്ക് തോന്നുന്നു ഞാൻ സിനിമയിൽ പോലും ഇൻഡസ്ട്രിയിൽ പോലും ഉണ്ടായിട്ടില്ലാത്ത ഒരാളാണ്. ഞാൻ പരാതി അയക്കുന്നത് 2018 ഞാൻ എന്റെ പരാതി അയക്കുന്നത്. അത് അവർക്ക് കിട്ടിയിട്ടുള്ളതുമാണ്. അത് നമ്മളടുത്ത് പലവരും സംസാരിച്ചിട്ടുള്ളതുമാണ്. പക്ഷെ അത് തിരസ്കരിക്കുകയാണ്. അങ്ങനെ ഒരു കംപ്ലൈന്റ്, മറ്റൊരാളുടെയും കംപ്ലൈന്റ് അവർക്ക് എത്തിയിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോ വളരെ റെസ്പെക്ട്ഫുള്ളി കണ്ടിട്ടാണ് ഒരു അസോസിയേഷന് നമ്മളുടെ ഒരു കംപ്ലൈന്റ് എന്ന് വെച്ചാൽ ഈ ഇൻഡസ്ട്രിയിൽ മുന്നോട്ട് പോകണം, ഈ ഇൻഡസ്ട്രി നന്നായി പോണം, എല്ലാ തരത്തിലുള്ള ആളുകൾക്കും, ഇപ്പൊ ജൂനിയർ ആയിക്കോട്ടെ സീനിയർ ആയിക്കോട്ടെ. ഞാൻ 10ാമത്തെ സിനിമ, ഏകദേശം 4ാമത്തെ സിനിമയിൽ വെച്ചിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞ് ഒരു 10ാമത്തെ സിനിമയുടെ ഗ്യാപ്പാണ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ ഇടയിൽ ജൂനിയർ സീനിയർ എന്ന് പറഞ്ഞ ഒരു വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളുടെ പ്രശ്നം തൊഴിലിടം. അപ്പോ എവിടെയാണ് ഇങ്ങനെ കംപ്ലൈന്റ് പറയുന്നതെന്ന് പോലും കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ചില കേസുകളാണ് ഇതൊക്കെ. താങ്കൾ ഹേമ കമ്മിറ്റി മുൻപാകെ മൊഴി കൊടുത്തിരുന്നോ? താങ്കൾ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ പോയിരുന്നോ? അത് ചോദിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താങ്കൾ അതിന് മറുപടി പറയണ്ട. തീർച്ചയായിട്ടും ഞാൻ ഹേമ കമ്മിറ്റി മുമ്പാകെ മൊഴി കൊടുത്തിരുന്നു. പുറത്തും ഞാൻ മൊഴി കൊടുത്ത കേസ് ഞാൻ പുറത്തും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോ ആ കേസിന്റെ ഭാഗമായിട്ട് ഒരു അസോസിയേഷന് അവരുടെ മെമ്പർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് നടപടിയാണ് എടുക്കാൻ കഴിയുക? ആ അസോസിയേഷന്, ആ മെമ്പർ എന്തെടുത്തു എന്നല്ല, ഒരു സംഘടന എന്തെടുത്തു എന്നുള്ള ചോദ്യമായിരുന്നു ഞാൻ മുന്നോട്ട് വെച്ചത്. അതായത് താങ്കൾ ഇപ്പോൾ അമ്മയുടെ ഭാരവാഹികൾ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ അംഗങ്ങൾ ആരെങ്കിലും ഹേമ കമ്മിറ്റി മുൻപാകെ പോയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന്. താങ്കൾ അമ്മയുടെ മെമ്പർ തന്നെയാണ് അല്ലെ? എപ്പോഴും അതെ അല്ലെ? ഞാൻ അമ്മയുടെ മെമ്പർ അല്ല, പക്ഷെ ഞാൻ കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ AMMയുടെ മെമ്പർ അല്ല, പക്ഷെ ഞാൻ പരാതി ഉന്നയിച്ച ആള് AMMയുടെ ഒരു മെമ്പറാണ്. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ എവിടെയാണ് പരാതി പറയേണ്ടത്? ഞാൻ പരാതി പറയേണ്ട എല്ലായിടത്തും പറഞ്ഞു. അതിനുശേഷം ഒരു സംഘടന, ആ സംഘടനയുടെ ഉള്ളിലുള്ള ഒരു മെമ്പർ ആണല്ലോ. അപ്പൊ അദ്ദേഹം ചെയ്യുന്ന ഒരു ഇതിന് അവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാവണമല്ലോ. അപ്പൊ ആ ഉത്തരവാദിത്വം എന്താണ് എന്നറിയാനും അതിനുള്ള അദ്ദേഹത്തിനുള്ള എന്താണ് അതിനകത്തുള്ള ഒരു ആക്ഷൻ എന്നറിയാനുമാണ് കംപ്ലൈന്റ് അവിടെ കൊടുത്തു. ഒരു കാര്യം കൂടി, അതിലും ജയൻ ചേർത്തല പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിലിപ്പോൾ ഈ ഞങ്ങളുടെ അംഗങ്ങളൊന്നും ആയിരിക്കില്ല പോയിട്ടുള്ളത്, അവരെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നതാണ്. പക്ഷേ ഈ അംഗങ്ങളല്ലാത്ത മറ്റുള്ളവർ എന്ന രീതിയിലാണ്, അതായത് ഒരു ലഘൂകരണമാണ് അവിടെ വന്നത്, ഒരു വേർതിരിച്ച് കാണലാണ് അവിടെ വന്നതെന്ന് എനിക്ക് തോന്നുകയാണ്. അങ്ങനെയുള്ള കുറെ ആളുകളാണ് പോയതെന്നാണ്. അതിനർത്ഥം അവരുടെ അംഗങ്ങളല്ലാത്തവരെ അവരാ തൊഴിലിടത്ത് ജോലി ചെയ്യുന്നവരായിട്ട് കൺസിഡർ ചെയ്യുന്നില്ലേ? അവരുടെ അംഗങ്ങളല്ലാത്തവർക്ക് ജോലി ചെയ്യണ്ടേ? അതാണ് എന്റെ ചോദ്യം. അങ്ങനെ അവരുടെ അംഗങ്ങളെ മാത്രമാണ് അവര് നോക്കുന്നതെങ്കിൽ, അവരുടെ അംഗങ്ങളെ നോക്കുമ്പോൾ തന്നെ അവരുടെ അംഗത്തിൽ നിന്ന് മറ്റൊരു സ്ത്രീക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്കും അവർക്ക് ഉത്തരവാദിത്തം വേണ്ടേ എന്നുള്ളതാണ് ചോദ്യം. ഒരു കാര്യം കൂടി ദിവ്യ ഗോപിനാഥ്, ഇപ്പോഴും സർക്കാർ പറയുന്നുണ്ട് പരാതി കിട്ടിയാൽ കേസെടുക്കാം എന്ന്. താങ്കൾ ആ ഒരു നിലപാടിനൊപ്പം നിൽക്കുന്നുണ്ടോ? ഇപ്പോൾ അമ്മ ഇന്ന് പറഞ്ഞിട്ടുണ്ട് കേസെടുക്കണമെന്ന്. അത് പക്ഷെ ഒരു പരത്തി പറയൽ പോലെയാണ് തോന്നുന്നത്. പക്ഷെ ഇനിയും ഒരു പരാതിയായിട്ട് പോകണമെന്ന് സർക്കാർ പറയുമ്പോൾ ഏത് രീതിയിലാണ് താങ്കൾ പ്രതികരിക്കുന്നത്?
അതിനെന്ത് ഉത്തരം എന്ന് പറഞ്ഞാല് ഇപ്പൊ എന്നെ പോലുള്ള ഒരുപാട് സ്ത്രീകള് ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റിയുടെ മുമ്പില് പോയിരുന്ന് സംസാരിക്കാൻ തയ്യാറായത് തന്നെ ഇത് സർക്കാർ വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സ്പേസില് ഒരു ജഡ്ജിന്റെ മുമ്പില്, ഒരു IAS ഓഫീസറിന്റെ മുമ്പില്, ഒരു സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റിന്റെ മുമ്പിൽ പോയി നമ്മളെ ഒരിക്കലും ഒരു ജഡ്ജ്മെന്റ് ഇല്ലാതെ നമ്മളുടെ കാര്യങ്ങൾ കേൾക്കാനിരിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ്. അപ്പൊ പോലീസ് കേസുമായി പോകുന്ന എന്റെ ഒരു ഇതിനുശേഷം ഈ കേസിന് ഈ പരാതിയുമായി പോയതിനൊക്കെ ശേഷം ഒരുപാട് സ്ത്രീകളുടെ പ്രശ്നത്തില് വിമൻ ഇൻ സിനിമ കളക്ടീവിന്റെ കൂടെ നിന്ന് അവരുടെ ഭാഗമായി സഞ്ചരിക്കാൻ സാധിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് എത്ര ഒരു ടാസ്ക് ആണെന്നും അവരെന്തോരം ബുദ്ധിമുട്ടിലൂടെ മാനസിക വിഷമത്തിലൂടെയാണ് ഈ ഒരു പ്രോസസ്സിൽ കടന്നു പോകുന്നത്. മെഡിക്കൽ തുടങ്ങി ഒരു ജുഡീഷ്യറിയുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ അങ്ങനെയുള്ളതൊക്കെ കണ്ട് എത്ര സ്ത്രീകൾ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കൺമുമ്പിലുണ്ട് 7 വർഷമായിട്ടൊരു കേസ് നടക്കുന്ന ഒരു സ്ത്രീ, അവരുടെ അവസ്ഥ, അവരുടെ ജീവിതം എങ്ങനെയാണ് ഇത് എഫക്റ്റഡ് ആവുന്നത്. അപ്പോ എത്ര പേർക്ക് അങ്ങനെ പോയിരുന്ന് ഒരു കേസ് നടത്താനും അതിനുള്ളൊരു പ്രിവിലേജ് ഉണ്ട് എന്ന് എനിക്കറിയില്ല. അപ്പോ അത്തരം പ്രിവിലേജുകൾ ഇല്ലാത്ത സ്ത്രീകൾക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു വേദിയായിട്ടാണ് ഞാൻ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ കാണുന്നത്. നമ്മളുടെ പ്രശ്നങ്ങൾ പറയാനും ആ പ്രശ്നങ്ങൾ അവർ കേട്ട് അതിലൂടെ ഇനി മുന്നോട്ടുള്ള നമ്മുടെ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് ഗവൺമെന്റും അതിന് അതോറിറ്റിയുള്ള മറ്റാളുകളും ചേർന്ന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു സിസ്റ്റം നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കണം. എല്ലാ തൊഴിലിടത്തെയും പോലെ ഒരു പെൺകുട്ടി ഞാൻ ഫിലിമിലാണ് വർക്ക് ചെയ്യുന്നത്, എന്റെ ഇടമാണത് എന്ന് പറയുമ്പോൾ അഭിമാനത്തോടുകൂടി അവൾക്ക് സംസാരിക്കാൻ കഴിയണം. അവളുടെ കരിയർ ഇതാണ് എന്ന് അവൾക്ക് പറയാൻ കഴിയണം എന്ന ആഗ്രഹത്തോടുകൂടി ആണ് ഞങ്ങൾ ഓരോരുത്തരും സംസാരിച്ചിട്ടുള്ളത്. ശരി, അഡ്വക്കേറ്റ് BN ഹസ്കർ, അവരെയാണ് ഇപ്പോൾ സർക്കാർ ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾ പരാതിയുമായിട്ട് ഇനിയും വാ എന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങനെയാണോ വേണ്ടത്? മഞ്ജുഷ, ഇപ്പോ നമുക്ക് നിയമത്തിന്റെ ഒരു പ്രാഥമിക പാഠം കൂടി ഉൾക്കൊള്ളണം. ഹിയർസേ എവിഡൻസ് ഇസ് ഇൻഅഡ്മിസിബിൾ ഇൻ ലോ. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ പോലീസിന് കേസെടുക്കാനോ സർക്കാരിന് കേസെടുക്കാൻ നിർദ്ദേശിക്കാനാവില്ല. ഒരു പരാതിക്കാരിക്ക് തനിക്കുണ്ടായ ദുരനുഭവത്തെ സംബന്ധിച്ച് നേരിട്ട് പോലീസിലേക്ക് പരാതി നൽകണമെന്നാണ് നമ്മുടെ വ്യവസ്ഥാപിത നിയമങ്ങളിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ അല്ലാതെ എന്താ ബസന്ത് വേണ്ട? പിന്നെ എങ്ങനെ ഒരു കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ടിന് ഫോണിൽ വിളിച്ച് രാജ്യത്ത് കോഹിനിസബിൾ ഓഫൻസ് ഉണ്ട്. നിങ്ങൾ വെച്ചിരിക്കുന്നത് ഒരു റിട്ടേൺ റിപ്പോർട്ട് വാലിഡ് ആണ്. അതിന്മേൽ പോയി CRPC, പഴയ CRPCയോ ഇപ്പോഴത്തെ BNSS എടുത്ത് വായിക്കേ. നിങ്ങളെ കേസെടുക്ക, കോടതി തള്ളട്ടെ. BN ഹസ്കർ, ഇത് പിന്നീട് പരാതിയുമായിട്ടും മൊഴി കൊടുക്കാനും വരുമോ എന്നുള്ള സംശയമല്ലേ താങ്കൾ പറയുന്നത്? അങ്ങനെ കേസ് തള്ളിപ്പോകുമെന്നൊക്കെ. 0 FIR അല്ലേ ഇവിടെ? ഒരു നിമിഷം. ഇപ്പോ ഒരു upon receipt of an information regarding any cognizable offense, it is the duty of the police officer to register a crime. അതാണ് നിയമം. upon receipt of the information in writing or information received through any source. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ? ഒരു കമ്മിറ്റി നടത്തിയിട്ടുള്ള പഠനമാണ്. ആ പഠനം എന്ന് പറയുന്നത്, ആ പഠനത്തിൽ ആ കമ്മിറ്റിക്ക് ലഭിച്ച വിവരങ്ങളാണ്. അതല്ലേ ഇൻഫർമേഷൻ റിസീവ്ഡ് ബൈ എനി സോഴ്സ് എന്ന് പറയുന്നത്? അല്ല, ആ ലഭിച്ച വിവരങ്ങൾ എനി സോഴ്സിന്റെ കണ്ടിന്യൂറ്റിയിൽ അല്ലെങ്കിൽ ആ ഡെഫിനിഷനിൽ വരില്ല. കുറച്ചുകൂടി ബലമുള്ള ഒരു സോഴ്സ് ആണല്ലോ അത്. അതൊരു സർക്കാർ സംവിധാനം തന്നെയാണ്. ആ റിപ്പോർട്ട് നേരെ പോയിരിക്കുന്ന സർക്കാരിനും അവിടെ നിന്ന് DGPക്കും പോലുമാണ്. അങ്ങനെയല്ല നിയമപരമായി തർക്കങ്ങളുടെ കാര്യത്തിൽ പോലീസിന് കേസ്. ഞങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനം ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന മുൻ ചീഫ് ജസ്റ്റിസിന്റെ മുൻ കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയുടെ പഠന റിപ്പോർട്ടാണ്. അതിന്മേൽ നിങ്ങൾ ലഭ്യമാക്കിയ വിവരങ്ങളുടെ മേലാണ് ഞങ്ങളുടെ പരാതി. നിങ്ങൾക്ക് കേസെടുക്കാം. ഇനി ഹസ്കറിനെ പോലെ, ഏതായാലും ഞാൻ ഹസ്കറിനെ സീനിയർ അഡ്വക്കേറ്റ് അല്ല, ഹസ്കറിനെ പോലെ നിയമ വിദഗ്ധർ പറയുന്ന പോലെ ഇത് തള്ളിപ്പോയി എന്നിരിക്കട്ടെ. എന്താ സർക്കാരിന് ഇത്ര കുഴപ്പം? നിങ്ങൾ എത്ര കൊലപാതക കേസ് പ്രതികൾ അല്ല തള്ളിപ്പോകുന്നു എന്നല്ല ഹസ്കർ പറയുന്നത്, കേസെടുക്കാനേ പറ്റില്ല എന്നാണ് പറയുന്നത്. അതാണ് എനിക്ക് അത് മനസ്സിലാവുന്നില്ല ഹസ്കർ. അല്ല മഞ്ജുഷ, ഒരു FIR രജിസ്റ്റർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു FIR രജിസ്റ്റർ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായും
ആരെങ്കിലും എവിടെങ്കിലും ഇരുന്ന് പറയുന്ന വിഷയങ്ങൾ വെച്ചിട്ട് പോലീസിന് കേസെടുക്കുക. ഇവിടെ ഒരു പ്രശ്നം അല്ല, അതിൽ ഇതിൽ ഈ പർട്ടിക്കുലർ കേസസ് മാത്രം എന്തിനു വിട്ടുകളയുന്നു, ആരെ രക്ഷിക്കാൻ എന്നുള്ളതാണ്. ഒരു രക്ഷത ഇതിൽ ഒരു തർക്കമില്ല. ഇപ്പോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഇത് സംബന്ധിച്ച് കേസ് ഹൈക്കോടതി തീരുമാനിക്കട്ടെ. ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ സർവൈവേഴ്സ് അല്ലെങ്കിൽ അതിജീവിതകൾ അവർ നൽകുന്ന മൊഴികൾ, ആ മൊഴികൾ സംരക്ഷിക്കപ്പെടേണ്ട ഉത്തരവാദിത്തമുണ്ട്. അവരുടെ പ്രൈവസി സംരക്ഷിക്കണം. നിയമത്തിൽ ഇപ്പോ സർവൈവേഴ്സിന്റെ പേരും വിവരങ്ങളും എല്ലാം സംരക്ഷിക്കപ്പെടും, ഒരു സംശയമില്ല. അല്ല, സർവൈവേഴ്സിന്റെ പേരല്ലേലും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ. ഇവിടെ ഇരകളുടെ മാത്രമല്ല വേട്ടക്കാരുടെയും പേര് സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. ഞാൻ സമയം കഴിഞ്ഞു, അതുകൊണ്ടാണ് ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഹൈക്കോടതി ഇതിലൊരു തീരുമാനം എടുക്കട്ടെ. വരും ദിവസങ്ങളിൽ ഈ ചർച്ചകൾ തുടരും. അതിന് കാരണം സർക്കാർ ഇപ്പോഴും പരാതി കിട്ടിയിട്ടില്ല എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ടാണ്. പക്ഷെ ആ ദിവ്യ ഗോപിനാഥിന്റെ പരാമർശമുണ്ടല്ലോ, അവരാവശ്യപ്പെടുന്നതും കേസെടുക്കാൻ എന്ത് തടസ്സം എന്നുള്ള കാര്യമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അമ്മയുടെ നിലപാട് നിഷ്കളങ്കമോ എന്നതായിരുന്നു ഇന്നത്തെ ചോദ്യം. അതേ എന്ന് 17% പ്രേക്ഷകർ മാത്രം, അല്ല എന്ന് 79% പ്രേക്ഷകരാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്.